പ്രിയപ്പെട്ടവരെ നമസ്കാരം. പ്രതികാരം പരിപാടിയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. രശ്മി ഷൈജിത്ത്. സരിതയുടെ പലപ്പോഴുമുള്ള സംസാരവും പെരുമാറ്റവും കാണുമ്പോൾ എനിക്ക് തോന്നാറുണ്ട് ഇതുപോലെയാണല്ലോ ഞാനും എന്ന്. എന്നാൽ ഇന്നത്തെ ജോഗ്രഫി കഥ കേട്ടപ്പോൾ മനസ്സിലായി ഇത് കറക്റ്റ് ഞാൻ തന്നെ എന്ന്. കാരണം ഞാൻ എപ്പോഴും പറയാറുള്ളതാണ്, എനിക്ക് ഒരു നമ്പറുകളും വർഷങ്ങളും ഓർമ്മ നിൽക്കില്ല. ഇന്ത്യക്ക് സ്വാതന്ത്ര്യം കിട്ടിയ വർഷവും ഞാൻ ജനിച്ച വർഷവും മാത്രമേ എനിക്ക് ഓർമ്മയുള്ളൂ എന്ന്. എന്നാൽ അതേ കാര്യം മറ്റൊരാൾ പറയുമ്പോൾ ഞാൻ അതിശയിച്ചു പോയി. നമ്മൾ ഒരേ വർഷം, അതായത് 1982 തൃശ്ശൂരും കോഴിക്കോടുമായി ജനിച്ച ഇരട്ടകളായിരിക്കാം അല്ലേ സരിതേ? നിങ്ങളെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സബ്സ്ക്രൈബർ. കറക്റ്റാ, നമ്മൾ ഇരട്ടകളായിരിക്കും എന്ന് വെച്ചാൽ 82 തന്നെയല്ലേ ജനിച്ചേ? രശ്മി. എനിക്ക് നമ്പറുകൾ ഓർമ്മ നിൽക്കില്ല. എന്താ പറയുക, ഇപ്പം തന്നെ ഒരു നമ്മുടെ വീഡിയോകൾ ശ്രദ്ധിച്ചറിയാൻ പറ്റും. നമ്മൾ ഒരു സാധനങ്ങളൊക്കെ വാങ്ങിക്കണ ചില പ്രൊമോഷൻ വീഡിയോസോ അല്ലെങ്കിൽ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിക്കണ ഇതൊക്കെ ഉണ്ടെങ്കിൽ അതിൻ്റെ വില അവർ പറഞ്ഞിട്ടുണ്ടാവും. ഞാനത് കണ്ടതിൻ്റെ വില എന്ന് പറഞ്ഞിട്ട് എടുത്തു പറയാകുമ്പോഴേക്കും ഞാൻ ആ വില മറന്നിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ എത്രയാണ് പറഞ്ഞത് എന്ന് വീണ്ടും എടുത്ത് ചോദിക്കും. അങ്ങനെയാണ്. അല്ലെങ്കിൽ ഇപ്പോൾ ഒരു പേപ്പറിൽ ഇപ്പോൾ എന്തിട്ടെങ്കിലും വായിച്ചു, നമ്മൾ ഇപ്പോൾ ഒരു അപകടം നടന്നു, ഇത്ര പേര് മരിച്ചു എന്നൊക്കെ കാണില്ലേ, ആ എണ്ണവും മറക്കും ഞാൻ. അത് അപ്പം തന്നെ ഒരാളെടുത്ത് പറയാൻ നോക്കിയാൽ അവർ എത്ര പേരാ, അങ്ങനെ അത് ഓർമ്മയിൽ നിൽക്കില്ല. നമ്പറുകൾ ഓർമ്മയിൽ നിൽക്കില്ല. എന്ത് ഓർമ്മയിൽ നിൽക്കില്ല. ചേട്ടനാണെങ്കിൽ അതോ ഭയങ്കര ഓർമ്മയാണ്. പേരുകളെ പെട്ടെന്ന് മറന്നു പോകുന്ന എനിക്കുണ്ട്. പേരുകൾ ഞാനും ഇപ്പം അങ്ങനെ മറന്നു തുടങ്ങി. അതെ, അത് പ്രായമാവണേൻ്റെ. ഇത് പിന്നെ പണ്ടേ എങ്ങനെയാണ് ഈ കൊല്ലങ്ങൾ. നേച്ചർ അറൗണ്ട്. എനിക്ക് ജോഗ്രഫി ആയിരുന്നു ഇഷ്ടം. കൂടുതൽ മാർക്കും അതിൽ തന്നെ. പിന്നെ മലയാളവും. ഏറ്റവും പാട് കെമിസ്ട്രി. ഏറ്റവും മാർക്ക് കുറവ് അതിൽ തന്നെ. എനിക്ക് ഏറ്റവും ഇഷ്ടം മലയാളം. അതിലാണ് ഏറ്റവും കൂടുതൽ മാർക്കും. 48 മാർക്ക് ഞാൻ വാങ്ങിച്ചു ഫസ്റ്റിൽ, മലയാളം ഫസ്റ്റിൽ. 2 മാർക്കിൻ്റെ ഒരു ചോദ്യം വന്നത് എനിക്ക് ഒരൈഡിയയില്ലേ, കാരകം എന്നാൽ എന്ത്, ഇതാണ് ചോദ്യം. കാരകം വ്യാകരണമാണത്, മലയാളം ഗ്രാമർ. അപ്പോൾ എനിക്ക് ഒരു ഐഡിയ ഇല്ല. അപ്പോൾ ടീച്ചർമാർ എപ്പോഴും നമുക്ക് പറഞ്ഞുതരും, നിങ്ങൾക്ക് അറിയില്ലെങ്കിലും എന്തെങ്കിലും എഴുതി വെച്ചോളോ. ഒരു പാഠത്തിൽ നിന്ന് ഒരു ക്വസ്റ്റ്യൻ വന്നു, അതിൻ്റെ ഉത്തരം അറിയില്ലെങ്കിലും ആ പാഠത്തിലത്തെ എന്തെങ്കിലുമൊക്കെ എഴുതി വെച്ചോളോ, ഒരു 1/2 മാർക്കെങ്കിലും കിട്ടും. അങ്ങനെ ടീച്ചർമാരെ എപ്പോഴും നമുക്ക് പറഞ്ഞുതരും SLC ആയപ്പോൾ. പക്ഷേ എന്തെങ്കിലും ഒരു സാധനം കിട്ടണ്ടേ. ഈ കാരകം എന്ന് പറയണത് ഞാനത് എഴുതിയില്ല. അതെന്തിട്ടാണാവോ, അത് എന്തോ, അത് എനിക്കിപ്പോഴും അറിയില്ല. അപ്പം ഈ നമ്മൾ നാമം, സർവനാമം, ക്രിയ അങ്ങനെയൊക്കെ പഠിച്ചിട്ടുണ്ടല്ലോ, കുറേ വിശേഷണം, അങ്ങനെയൊക്കെ ക്രിയാവിശേഷണം, അങ്ങനെയൊക്കെയുള്ള സാധനങ്ങളൊക്കെ പഠിച്ചിട്ടുണ്ട്. ഈ കാരകം തൊട്ടാണ്. കാരകം എന്ന് പറഞ്ഞ താരകത്തിന്റെ ഒരു വേറൊരു വിശേഷമാണ്. കാരകം ഞാൻ ആലോചിച്ച് എന്തിട്ട് ദൈവം എഴുതാ. പക്ഷെ അതങ്ങനെയോട് ഓർത്തിരിക്കാനുള്ളൊരു സമയവും ഇല്ല. നമുക്ക് കുറേ എഴുതാനുണ്ടാവുമല്ലോ. മലയാളമൊക്കെ ഇന്നത്തെ പോലെ, പണ്ടൊക്കെ നമുക്ക് കുറേ എഴുതണം. അപ്പോൾ അത് അങ്ങനെ വിട്ടു. 2 മാർക്കിൻ്റെ വിട്ടു. ഞാൻ എഴുതിയേ ഇല്ല. ആ 2 മാർക്ക് എൻ്റെ പോയത്. 48 മാർക്കായിരുന്നു എനിക്ക്. അപ്പം അതിലെന്തെങ്കിലും ഏതെങ്കിലും ഒരു 1/2 മാർക്ക് കൂടി കിട്ടാൻ, അല്ലെങ്കിൽ അത് എനിക്ക് അറിയാവുന്ന ഉത്തരമായിരുന്നു ആയിരുന്നു വെച്ചാൽ എനിക്ക് 50 കിട്ടിയേനെ മലയാളം ഫസ്റ്റിൽ. മലയാളം സെക്കൻഡിൽ 45 46 ഉണ്ട്. അങ്ങനെ എനിക്ക് ഏറ്റവും ഇഷ്ടം മലയാളം, പിന്നെ മാത്സ്, ഫിസിക്സ്, കെമിസ്ട്രി. ഇത് 4ആണ് എനിക്ക് ഇഷ്ടമുള്ള വിഷയങ്ങൾ. പിന്നെ ഒന്നും വലിയ താല്പര്യമൊന്നുമില്ല ബാക്കി വിഷയങ്ങളൊന്നും. പിന്നെ പഠിക്കണ്ടേ വിചാരിച്ചിട്ട്. സത്യത്തിൽ ഇതൊക്കെ നല്ല ബയോളജിയൊക്കെ അല്ലേ? കെമിസ്ട്രി ഫിസിക്സിനേക്കാളും സുഖം ബയോളജിയൊക്കെ വെറുതെ വായിക്കുക വേണ്ട. പക്ഷെ എന്താണോ, ബയോളജി എടുക്കുന്ന ടീച്ചറിന് അത്ര ഇഷ്ടമല്ലായിരുന്നു. അപ്പോൾ ബയോളജി പഠിക്കില്ല, അങ്ങനെയായിരുന്നു. ഈശ്വരത് എന്തിനാ ഇതൊക്കെ പറഞ്ഞേ. ഏറ്റവും മാർക്ക് അതിൽ കുറവ്. സരിത ചേച്ചി കണ്ട പോലെയുള്ള സ്വപ്നങ്ങൾ ഞാനും കണ്ടിട്ടുണ്ട്. ഹോൾ ടിക്കറ്റ് ആൻഡ് റിസൾട്ട്. എനിക്കും സ്ഥലങ്ങൾ മനസ്സിലാക്കാൻ അജുവേട്ടനെ പോലെ ഇഷ്ടമാണ്. മെർക്കറ്റോർ പ്രൊജക്ഷൻ എന്ന് അജുവേട്ടൻ പറഞ്ഞപ്പോൾ 10ൽ പഠിച്ച ഓർമ്മകളും ഞങ്ങളുടെ MA മേരി ടീച്ചറേയും ഓർമ്മ വന്നു. ഒക്കെ ഓർത്തു വന്നു. അതൊക്കെ ഓരോരുത്തരെ കഴിവാണ് അല്ലേ? ഓരോന്നിലുള്ള താല്പര്യം. ദൈവം കൃത്യമായിട്ട് ഓരോന്നിലും താല്പര്യമുള്ളവരെങ്ങനെ കറക്റ്റായിട്ട് പ്രപ്പോർഷനിലാന്ന് തോന്നുന്നുണ്ട് സൃഷ്ടിച്ചേക്കണേ. അപ്പം ആ മേഖലയിലേക്ക് ഓരോരുത്തരും പോട്ടെ എന്നുള്ളതിൽ അല്ലേ? അങ്ങനെ എനിക്ക് തോന്നാറുണ്ട് പലപ്പോഴും. ആ മേഖലയിലേക്ക് തന്നെ ഓരോരുത്തർ എത്തിപ്പെടുകയും ചെയ്യും. പണ്ട് ഇപ്പോൾ ചേട്ടൻ്റെയൊക്കെ കാലഘട്ടത്തിൽ ഉള്ള ആളുകൾ അങ്ങനെയല്ല. ഓരോരുത്തർ 9ാം ക്ലാസ് 10ാം ക്ലാസ് പഠിപ്പില്ലെങ്കിൽ പോലും അവർക്ക് ആ കഴിവുള്ള മേഖലയിൽ അവർ ജോലിയിൽ കയറുണ്ടോ, കൈത്തൊഴിലുകൾ പഠിച്ചു. വീട്ടുകാര് ആ സമയത്ത് ചെയ്തോളാൻ പറഞ്ഞിട്ടാണ് വിടുന്നത്. വർക്ക്ഷോപ്പ് പണിക്ക് ഏതിലാണ് താല്പര്യം. അതെ, അങ്ങനത്തെ അവരവരെ കഴിവുള്ള മേഖലയിലേക്ക് അവർ കയറും. ഇപ്പോൾ എന്ന് പറഞ്ഞാൽ അതല്ല സ്ഥിതി. ഇപ്പം നമ്മള് അച്ഛനമ്മമാരെ തീരുമാനിക്കുക പിള്ളേർ എന്ത് പഠിക്കണം എന്ന് അല്ലേ? ഒരു ടൈമിൽ അങ്ങനെയായി, ഒരു ടൈം തൊട്ടിട്ട്. അടുത്തത് സിനി ശ്രീ ഈസി കിച്ചൻ.
ഈ ടീഷർട്ട് ഇടയ്ക്കിടെ താഴോട്ട് വലിക്കുന്ന ശീലം പണ്ടേ ഉണ്ടോ? കൈ പൊക്കിയാൽ ഉടനെ വലിച്ചു. ഞാൻ ഇന്നത്തെ വീഡിയോയിൽ അത് മാത്രമാണ് ശ്രദ്ധിച്ചത്. വീഡിയോ എന്നിട്ട് രണ്ടാമത് കണ്ടു. സാരല്ല, നിഷ്കു ചേട്ടൻ വലിച്ചോട്ടാ, ശ്രദ്ധിക്കാൻ വേണ്ടി പറഞ്ഞേ ഉള്ളൂ. എന്തൊക്കെ പറഞ്ഞാലും നിങ്ങളെ കുറേ ഇഷ്ടം. വിരുന്നുകാർ ഉള്ളതുകൊണ്ട് നട്ടപ്പാതിരക്ക് ഇരുന്നാണ് ഇത്ര ദിവസം വീഡിയോ കണ്ടിരുന്നേ. അത് നമുക്ക് അറിയാണ്ട് നമ്മളൊരു മാനറിസം ഇതില് ഇപ്പൊ സരിതയ്ക്ക് ഇടയ്ക്കുള്ള പരിപാടിയാണ് ഇങ്ങനെ ചെയ്യുമ്പോ ഇങ്ങനെ അങ്ങനെ മൂക്ക് ചൊറിയുമ്പോ ഇങ്ങനെ മാന്തും. അത് നമ്മൾ ഇത് ചെയ്യുന്നത്. ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ ചുണ്ട് നനച്ചുകൊണ്ട്, ഈ ചുണ്ട് നനഞ്ഞില്ലെങ്കിലും ഇപ്പൊ ഞാൻ ഇവിടെ ഇരിക്കുമ്പോ തന്നെ അറിയാം, തന്നെ കുറെ നേരം ഇങ്ങനെ ചുണ്ട് നനയ്ക്കല് ഞാനും ചെയ്യും. അല്ല, കൂടുതലേ നിങ്ങൾ ചെയ്യുന്നേക്കാളും കൂടുതലേ ഒരു 10 കൂടുതൽ ഞാൻ ചെയ്യുന്നത്. ബനിയും പിടിച്ച് വലിക്കുന്നതും അങ്ങനെ അതൊക്കെ നമ്മളറിയാണ്ട് ചെയ്തു പോണതാണ്. ഇതൊക്കെ നമ്മുടെ ഓരോ പ്രവർത്തികളില്ലേ. പണ്ട് കാലത്ത് ഞാൻ ഇങ്ങനെ നടക്കുമ്പോൾ ഇങ്ങനെ വായുവിൽ എഴുതും. അത് ഞാനും ചെയ്യും. അത് വായുവിൽ നടന്നു പോകുമ്പോഴൊന്നും എഴുതില്ല, എവിടെയിലേക്ക് ഇരിക്കില്ല. ഒറ്റയ്ക്ക് ഇങ്ങനെ ഇരിക്കുമ്പോ ഇങ്ങനെ പോര ഷേപ്പ് ഇപ്പൊ ആ ഷീറ്റിന്റെ ഷേപ്പുമേ കൂടെ ഇങ്ങനെ വരയ്ക്കും. അങ്ങനെയൊക്കെ ചെയ്യും. പിന്നെ എന്റെ പേരും ശരത്, സരിത പി കെ, ശരത് പി കെ. ഇത് എപ്പോഴും ഞാൻ എഴുതും എവിടെയെങ്കിലും വെറുതെ വരലോട്. അയ്യോ, അങ്ങനെ ഞാൻ ചെയ്യാറില്ല. ഇങ്ങനത്തെ ഓരോ പ്രാന്തുകളുണ്ട്. തുമ്പീനുണ്ട്, അല്ലെങ്കിൽ പൂവ്, ചെമ്പരത്തി, ഇതൊക്കെ അത് ജഗ്ഗു ചെയ്യും. അപ്പൊ ജഗ്ഗു ചെയ്യണ കണ്ടപ്പോ ചേട്ടൻ പറയാ ദേശീയിൽ എനിക്കുണ്ട്. ഞാൻ കുറെ പേർക്ക് അങ്ങനെ കണ്ടിട്ടുണ്ട്. അടുത്തത് ഹസീന മുസ്തഫ. ഹായ് അജു ആൻഡ് സരിത, എനിക്കും ജോഗ്രഫി ഇഷ്ടമല്ലായിരുന്നു. മിക്കവാറും ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ജോഗ്രഫി ക്ലാസ്. ഞാൻ ഫ്രണ്ട് ബെഞ്ചിൽ ഇരുന്ന് ഉറങ്ങും. ഞാൻ SSLC ബാച്ച് ആണെന്ന്. SSLC കഴിഞ്ഞിട്ട് ഒരു SSC എല്ല് കളഞ്ഞു ഒരു തവണ, ഒരു കൊല്ലം. അത് SSA അല്ലേ, സർവശിക്ഷ അഭിയാൻ. SSLCക്ക് പകരം അത് 1990 അപ്പോ ആ സമയത്ത് ഒരു വട്ടം കളഞ്ഞിട്ടുണ്ട്. അതല്ലേ ബാച്ച് ആണ് 1200. അപ്പൊ അവർക്ക് 1200 നമ്മളൊക്കെ പഠിക്കുമ്പോ 600. 1200-ന് 804 മാർക്ക് ഉണ്ടായിരുന്നു. ഒരു വർഷം മാത്രമേ അങ്ങനെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഞാൻ ഇടയ്ക്ക് സ്വപ്നം കാണും പരീക്ഷയ്ക്ക് ഒന്നും എഴുതാൻ പറ്റാതെ വിഷമിക്കുന്ന അവസ്ഥ. ഞാനും സ്വപ്നം കാണും ഇപ്പോഴും ഞാൻ എന്തെങ്കിലുമൊക്കെ പരീക്ഷ എഴുതാൻ പോണു. PSC പോലത്തെ എന്തോ പരീക്ഷ എഴുതാൻ ഞാൻ പോയേക്കാം. പക്ഷെ ഞാൻ ഒന്നും പഠിക്കാണ്ട വന്നേക്കണേ. ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടപ്പോൾ മറ്റെല്ലാ കുട്ടികളും എഴുതുന്നു, എനിക്ക് മാത്രം ഒന്നും എഴുതാൻ കിട്ടാണ്ടിരിക്കണം. അത് എപ്പോഴും ഇടയ്ക്ക് കാണാറുണ്ട് അങ്ങനത്തെ സ്വപ്നം. പക്ഷെ സ്വപ്നത്തിന് അറിയില്ലല്ലോ അതൊന്നും. എൻ്റെ ഹസ്ബൻഡ് സെക്രട്ടേറിയറ്റിൽ നിന്നും അഡീഷണൽ സെക്രട്ടറിയായി വിരമിച്ചു. 2 മക്കളാണ്. എല്ലാവർക്കും സ്ഥലങ്ങളെ കുറിച്ച് നല്ല അറിവുണ്ട്. എന്നെ എപ്പോഴും എല്ലാവരും കൂടി കളിയാക്കും. അപ്പം നമുക്ക് വേറെ എന്തെങ്കിലും കഴിവുണ്ടാവും, അവർക്കില്ലാത്ത കഴിവ് എന്തെങ്കിലും നമുക്കുണ്ടാവും. അപ്പം അത് പറഞ്ഞിട്ട് അവരെ കളിയാക്കണം കേട്ടാ. ഏതെങ്കിലും ഒരു കാര്യം അറിയാണ്ടിരിക്കണം അത്ര മോശം കാര്യം ഒന്നല്ല. നമുക്ക് വേറെ എന്തെങ്കിലും കഴിവ് ദൈവം തന്നിട്ടുണ്ടാവും. ചേട്ടൻ എന്നോട് പറയും നീ അത് ശ്രമിക്കാണ്ടാന്ന് ഈ സ്ഥലങ്ങളെ കുറിച്ച് മനസ്സിലാക്കാനേ. അപ്പം 100 കാര്യങ്ങളുണ്ട് എനിക്ക് നന്നായിട്ട് അറിയണത്, ചേട്ടൻ അറിയാത്തത്. അത് വെച്ചിട്ട് എനിക്ക് കളിയാക്കാം അങ്ങനെയാണെങ്കിൽ ഞാൻ അത് പറയാറില്ല. നമ്മള് പോകുമ്പോ വേണമെങ്കിൽ നോക്കി പോവാലോ വെറുതെ, അല്ലാണ്ട് വേറെ പ്രത്യേകിച്ച് പഠിക്കൊന്നും വേണ്ട. ശ്രദ്ധിക്കില്ല. ഞാൻ ഒറ്റയ്ക്ക് പോവാണെങ്കിൽ ഞാൻ ശ്രദ്ധിക്കും. ഞാൻ ഒറ്റയ്ക്ക് പോവാണെങ്കിൽ എനിക്ക് എന്തൊരു ടെൻഷനാണെന്നറിയോ. കോളേജിൽ പഠിക്കുന്ന സമയത്ത് ആദ്യത്തെ ഒരാഴ്ച അമ്മൻ കൊണ്ടുവന്നാക്കി അവിടെ ഇരിക്കും ക്ലാസ് കഴിയണവരെ, എന്നിട്ട് തിരിച്ചു പോരും. അങ്ങനെയായിരുന്നു. എനിക്ക് ഒറ്റയ്ക്ക് പോകാൻ പേടി. ബസ്സിൽ കയറി അവർക്കും പേടിയുണ്ട്. എനിക്ക് യാതൊരു സ്ഥലകാല ബോധം ഇല്ലാത്തതെന്ന് അവർക്കറിയാം. ഞാൻ ബസ്സിൽ കയറി എവിടെയോ പോയി ഇറങ്ങാവോ എന്ന് പേടിച്ചിട്ടേ. അങ്ങനെ ഒരാഴ്ച കഴിയുമ്പോൾ പിന്നെ ഞാൻ ഒറ്റയ്ക്ക് കയറുമ്പോൾ പോണ വഴിക്കുള്ള ബോർഡുകൾ അങ്ങനത്തെ സാധനങ്ങളൊക്കെ വായിച്ചു പോവും. ഇപ്പം തിരിച്ചു വരുമ്പോൾ ആ വഴി തന്നെ ശരിയാ, വഴി തെറ്റിയിട്ടില്ല. അങ്ങനെ പിന്നെ എനിക്ക് തൃശ്ശൂർ ടൗണൊക്കെ മനസ്സിലായത്. എന്നിട്ട് ഓരോ സ്ഥലങ്ങൾ ഏതാണ്, ശക്തൻ സ്റ്റാൻഡ് ഏതാ, മറ്റേ മുനിസിപ്പൽ സ്റ്റാൻഡ് ഏതാ, ഇവിടെ നിന്ന് നടന്ന മുനിസിപ്പൽ സ്റ്റാൻഡിൽ നിന്ന് ഇങ്ങനെ നടന്നു കഴിഞ്ഞാൽ ശക്തൻ സ്റ്റാൻഡ് എത്തില്ലേ ഒക്കെ മനസ്സിലായി. അങ്ങനെയൊക്കെ ഓരോന്ന് എനിക്ക് മനസ്സിലായി. മറ്റേ MG റോഡ് മനസ്സിലായി. അങ്ങനെയൊക്കെ ഓരോന്ന് കേരള ഓർമ്മയിൽ പഠിക്കാൻ പോയപ്പോൾ. അപ്പം അങ്ങനെ ഒറ്റയ്ക്ക് പോവുകയാണെങ്കിൽ പറ്റും. പക്ഷെ ഒറ്റയ്ക്ക് പോകണില്ലല്ലോ നമുക്ക് അതിൻ്റെ ആവശ്യം വരില്ലല്ലോ. ചേട്ടൻ്റെ കൂടെ എങ്ങടേലും പോകാൻ വേണ്ടി വണ്ടിയിൽ കയറിയിരിക്കണു, ആ സ്ഥലത്തി എന്ന് പറയുമ്പോൾ ഇറങ്ങണു, അതന്നെ. പിന്നെന്താ, എന്നെ എപ്പോഴും എല്ലാവരും കൂടി കളിയാക്കും. ഞങ്ങൾ തിരുവനന്തപുരം പട്ടമാണ് താമസിക്കുന്നത്. ജഗ്ഗുവിൻ്റെ എക്സാം കഴിയുമ്പോൾ എല്ലാവരും കൂടി വരണം കേട്ടോ. സരിതേ, അച്ഛൻ ലിഫ്റ്റ് പണി ചെയ്യുമോ? എങ്കിൽ നമുക്ക് ചെയ്യണമായിരുന്നു. അച്ഛനൊന്നും ചെയ്യാൻ വയ്യ. അച്ഛൻ അന്ന് പിന്നെ എന്താ പറയുക, തുന്തുരുവിന് വേണ്ടി അത് ചെയ്തു എന്ന് മാത്രം. അതിൻ്റെ കാര്യങ്ങളൊക്കെ മനസ്സിലാക്കി കമ്പനിയുടെ ആളൊക്കെ വന്ന് നോക്കിയപ്പോഴേ അവർ ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞു. ചുമരുമ്മ അവിടെ കുറച്ചുകൂടി സ്ഥലമൊക്കെ വേണമെന്ന് പറഞ്ഞു. അപ്പം അച്ഛൻ ചുമരുമ്മേനെ റെയിൽ പിടിപ്പിച്ച് അച്ഛൻ ചെയ്തു. അല്ലാണ്ട് വേറെ എവിടെയും പോയിട്ടന്ന് അങ്ങനെ ചെയ്തു കൊടുക്കാൻ വേറെ സ്ഥലത്ത് പോകുന്നതൊരു വീട്ടിൽ ചെയ്തു കൊടുത്തില്ലേ? അത് അവിടെ ചെയ്തു കൊടുത്തു. പട്ടം താണുപിള, പട്ടം സദൻ, പട്ടം ഭയങ്കര ഫേമസ് ആണ് കേട്ടാ. UPSC ഓഫീസ് പട്ടത്തല്ല. അങ്ങനെ തിരുവനന്തപുരത്തെ ഒരു പ്രശസ്തമായ സ്ഥലമാണ് പട്ടം.
ഞാൻ ചെറുപ്പത്തിൽ കണ്ട ഇങ്ങനെയൊക്കെ ഈ ചേട്ടൻ പറയും പട്ടം ഓരോ സ്ഥലങ്ങളെ കുറിച്ച് അല്ല ഈ പട്ടം എന്ന് പറഞ്ഞിട്ട് എന്നിട്ട് ഇങ്ങനെ വല്ലവരും പട്ടം പറത്തിയിട്ടാണോ ഈ പട്ടം എന്ന് പറഞ്ഞിട്ടുള്ള സ്ഥലത്തിന് ഇത് കിട്ടിയത്? എന്തെങ്കിലും ഓരോ സ്ഥലത്തിന് ഓരോ സ്ഥലനാമ ചരിത്രങ്ങൾ ഉണ്ടാവുമല്ലോ, അതുപോലെ പേര് വരാൻ കാരണം ഉണ്ടാവും. എന്തായാലും സ്കൂളിൽ പോയിട്ടാ. അടുത്തത് എസ് ബായുഷി. ഇതൊരു ഇംഗ്ലീഷിൽ ഇട്ടേക്കണ ഒരു വലിയ കമന്റാ. ഇത് വായിച്ചു കഴിഞ്ഞാൽ ഒരു കുന്തം ഞങ്ങളെ പോലുള്ളവർക്ക് മനസ്സിലായില്ല. നല്ല സാഹിത്യത്തിൽ കഴിവുള്ള, നല്ല ഇംഗ്ലീഷിലൊക്കെ നല്ല നോളജ് ഉള്ളവർക്ക് മനസ്സിലാവുമായിരിക്കും. അതുകൊണ്ട് നമുക്ക് പിന്നെ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ഉണ്ടല്ലോ, അതിൽ നമുക്ക് ട്രാൻസ്ലേറ്റ് ചെയ്യാൻ പറ്റണ സൗകര്യം യൂട്യൂബിലുള്ളത് കൊണ്ട് ട്രാൻസ്ലേറ്റ് ചെയ്തിട്ട് മലയാളത്തിലാണ് വായിക്കുന്നത്. ബായുഷി ക്ഷമിക്കുക, കഷ്ടപ്പെട്ട് ഇംഗ്ലീഷിലിരുന്ന് എഴുതിയത് ഞങ്ങൾ മലയാളത്തിൽ വായിക്കണേലൊന്നും തോന്നരുത്. ഭട്കൽ ഒരു നൊസ്റ്റാൾജിയാണ്. 7 വയസ്സ് വരെ ഞാൻ ജനിച്ചു വളർന്നത് അവിടെയാണ്. 7 വയസ്സ് എൻ്റെ ആത്മാവിൽ പതിഞ്ഞൊരു സ്ഥലത്തിൻ്റെ നിറങ്ങൾ ഉൾക്കൊള്ളാൻ എനിക്ക് ലഭിച്ചത് അത്രയേ ഉള്ളൂ. അറബിക്കടലിലേക്ക് നീണ്ടുകിടക്കുന്ന ടൈൽ പാകിയ പായൽ പച്ച നിറത്തിലുള്ള മേൽക്കൂരകളുള്ള 7 വർഷങ്ങൾ. തിരമാലകളുടെ നിരന്തരമായ ശ്രുതിമധുരമായ താളം. സൂര്യപ്രകാശം എപ്പോഴും സ്വർണത്തിൽ അരിച്ചിറങ്ങുന്നതായി തോന്നുന്ന ഇടവഴികളുടെ സങ്കീർണമായ ലേസ്. ഞാൻ പോയപ്പോൾ എൻ്റെ യഥാർത്ഥ സ്വഭാവം ഞാൻ പിന്നിൽ ഉപേക്ഷിക്കുകയാണെന്ന് എനിക്ക് മനസ്സിലായില്ല. ആ ഓർമ്മ ആകാശത്തിലെ ഏറ്റവും തിളക്കമുള്ള നക്ഷത്രമാണ് എൻ്റെ അച്ഛൻ. ശക്തമായ എന്നാൽ സൗമ്യമായ അദ്ദേഹത്തിൻ്റെ കൈകൾ എൻ്റെ ചെവിയിൽ ഒരു കടൽ കഷ്ണം എങ്ങനെ പിടിക്കാം എന്ന് കാണിച്ചു തരുന്നു. ഇത് ചിലപ്പോൾ ഗൂഗിൾ ട്രാൻസ്ലേറ്റ് ആയതുകൊണ്ട് തന്നെ അർത്ഥത്തിലൊക്കെ വ്യത്യാസം ഉണ്ടാവട്ടെ, ആൾ ഉദ്ദേശിച്ചത് തന്നെയാണാവോ. ഉള്ളിലെ ശബ്ദം എൻ്റെ പേര് വിളിക്കുന്ന കടലിൻ്റെ ശബ്ദമാണെന്ന് ഊന്നി പറയുന്നു. ക്ഷേത്രമണികളുടെ മണിനാദം വിദൂര സാനുമായി കൂടിച്ചേർന്നതുപോലെ എനിക്ക് വളരെ നഷ്ടമാകുന്ന തീരദേശ സംസ്കാരത്തിൻ്റെ തികഞ്ഞ സമന്വയം പോലെ അദ്ദേഹത്തിനൊരു ചിരി ഉണ്ടായിരുന്നു. പ്രത്യേകിച്ച് ഒരു ഓർമ്മ എൻ്റെ ഹൃദയത്തെ തുളച്ചു കയറുന്നു. ഞങ്ങൾ നീർദോശ ഉണ്ടാക്കിയ ദിവസം. അത് വെറും ഭക്ഷണമല്ല, ഒരു ആചാരമായിരുന്നു. അരി പൊടിക്കാൻ എനിക്ക് തീരെ ചെറുതായിരുന്നു. പക്ഷെ അടുക്കള മുഴുവൻ നനഞ്ഞ അരിയുടെ ഗന്ധം നിറഞ്ഞു നിൽക്കുന്ന ഒരു സ്റ്റൂളിൽ ഇരിക്കുന്നത് കാണാൻ അച്ഛൻ എന്നെ അനുവദിക്കുമായിരുന്നു. അന്ന് അച്ഛൻ എൻ്റെ കൈപിടിച്ച് ചൂടുള്ള തവയിലേക്ക് കടലാസ് പോലെ നേർത്ത മാവ് ഒഴിക്കാൻ എന്നെ അനുവദിച്ചു. തണുത്ത വെള്ള അരിമിശ്രിതം ചൂടിലടിച്ച നിമിഷം അത് മൂളുകയും ദുർബലവും ആവി നിറഞ്ഞതുമായൊരു മേഘം സൃഷ്ടിക്കുകയും ചെയ്തു. അദ്ദേഹം എൻ്റെ മുഖം നീരാവിയിൽ നിന്ന് സംരക്ഷിക്കുകയും തുടർന്ന് ഒരു കലാകാരൻ്റെ കൃത്യതയോടെ പാത്രത്തിൽ നിന്ന് അർദ്ധസുതാര്യമായ ദോശ പറിച്ചെടുത്ത് വൃത്തിയായി മടക്കും. എൻ്റെ കുഞ്ഞെ, ഇത് രുചിച്ചു നോക്കൂ, അദ്ദേഹം മന്ത്രിച്ചു. ഒരു മൂല കീറി മുറിച്ച് ഒരു തുള്ളി മധുരമുള്ള തേങ്ങാ ചട്നി എനിക്ക് തന്നു. ഭട്കലിൻ്റെ ശുദ്ധവും അതിലോലവും കടൽവായു ഈർപ്പം പൂർണ്ണമായും ആശ്രയിക്കുന്നതുമായ രുചിയാണ് എനിക്ക് ഏറ്റവും നഷ്ടമാകുന്നത്. അദ്ദേഹത്തിൻ്റെ സാന്നിധ്യത്തിൽ രുചി, വീട്ടിലെ രുചി, ഉടമസ്ഥതയുടെ രുചി എന്നിവയായിരുന്നു അത്. ഇപ്പോൾ ഞാൻ പാചകക്കുറിപ്പ് എത്ര കൃത്യമായി പിന്തുടർന്നാലും ആ രുചി നിശബ്ദമാണ്. അതിൽ രഹസ്യ ചേരുവയില്ല. അദ്ദേഹം ഭട്കലിൻ്റെ ആത്മാവും. ജീവിതത്തിൻ്റെ എളുപ്പവും സാമൂഹികവുമായ ഒഴുക്ക്, കന്നഡയും കൊങ്ങിണിയും കടൽനുര പോലെ ഇടകലർന്നത്, മുടിയിൽ മുല്ലപ്പൂക്കൾ നെയ്ത സ്ത്രീകൾ ദിവസം ചെലവഴിക്കുന്ന കാഴ്ച എന്നിവ എനിക്ക് നഷ്ടമായി. പശ്ചിമഘട്ടം കടലിലേക്ക് വീഴുന്ന അശക്തമായ കാന്തിക ഭൂപ്രകൃതി സൃഷ്ടിക്കുന്ന പെട്ടെന്നുള്ള ജംഗ്ഷൻ്റെ ഭൂമിശാസ്ത്രപരമായ സൗന്ദര്യം എനിക്ക് നഷ്ടമായി. 7 വയസ്സുള്ള എൻ്റെ കണ്ണുകൾ അത് സാധാരണമാണെന്ന് കണ്ടു. നഷ്ടപ്പെട്ട പറുദീസ പോലെ എൻ്റെ മുതിർന്ന ഹൃദയം അതിനായി വേദനിച്ചു. ഞങ്ങൾ പോയപ്പോൾ ടാക്സിയിൽ ഇരുന്നു കൊണ്ട് തെങ്ങുകൾ മങ്ങുന്നത് നോക്കി ഞാൻ ഓർക്കുന്നു. ഞാൻ കൈവീശി. പക്ഷെ ആരോടാണ്? ആ ഹ്രസ്വവും പൂർണ്ണവുമായ 7 വർഷത്തിനുള്ളിൽ ഉൾക്കൊള്ളുന്നതിനേക്കാൾ മികച്ച ഒരു ലോകം അറിയാത്ത ആൺകുട്ടിയോട്, യഥാർത്ഥത്തിൽ ഞാനായിരുന്ന ഒരേ ഒരു വ്യക്തിയോട് ഞാൻ വിട പറയുകയാണ് എന്ന് ഇപ്പോൾ എനിക്ക് മനസ്സിലാവുന്നു. ഉപ്പുവെള്ളം ഇപ്പോൾ എൻ്റെ അപ്പാർട്ട്മെൻറ്റിൽ നിന്ന് അപ്രത്യക്ഷമാകുന്നു. നഗരത്തിലെ പഴകിയതും വരണ്ടതുമായ വായു മാത്രം അവശേഷിപ്പിക്കുന്നു. ഞാൻ ഇവിടെ വേരൂന്നിയതാണ്. പക്ഷേ എൻ്റെ ആത്മാവ് ഇപ്പോഴും ഭട്കലിലെ ആ ബാല്യകാല വഴികളിൽ അലഞ്ഞു നടക്കുന്നു. പിടിക്കാൻ ശക്തമായ ഒരു കൈയും വീണ്ടും ആസ്വദിക്കാൻ നീർദോശയുടെ നേർത്ത ആവി പറക്കുന്ന ഒരു കഷ്ണവും തേടി. ഓർമ്മകൾ വളരെ മധുരമുള്ളതാണ്. അവ ഒരു ശാരീരിക വേദന പോലെയാണ് തോന്നുന്നത്. എൻ്റെ മനസ്സിൻ്റെ ആഴമേറിയ കോണുകളിൽ ഇപ്പോൾ മാത്രം നിലനിൽക്കുന്ന ഒരു സ്ഥലത്തിനും വ്യക്തിക്കും വേണ്ടിയുള്ള നിരന്തരമായ മനോഹരമായ ആഗ്രഹം. മിസ് യു ഡാഡി, ഭട്കൽ. ഇതെങ്ങനെയാണ് വായിക്കാതിരിക്കുക? ഇത്രയ്ക്കധികം എഴുതിയതല്ലേ, അതുകൊണ്ടാണ് ഇതിനെ മലയാളത്തിലേക്കാക്കിയിട്ട് സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ചത്. നമുക്ക് ചെറുപ്പകാലത്ത് നമ്മൾ ഓരോ സ്ഥലങ്ങളിൽ ചിലവിട്ട കാര്യങ്ങളൊക്കെ നമുക്ക്
വലുതാകുമ്പോഴാണല്ലോ നമുക്കതൊക്കെ അയവിറക്ക നമ്മള് ഓർത്ത് അതൊക്കെ എത്ര മനോഹരമായിരുന്നു. ഓർത്തെടുക്കാനും അത് ഇതുപോലെ മനോഹരമായിട്ട് എഴുതാനും കഴിവ് വേണം. അപ്പോൾ ഒരു വേദന ഉള്ളിൽ വെച്ചുകൊണ്ടിട്ടാണ് അച്ഛൻ്റെ ഓർമ്മകളും എഴുതിയിട്ടുള്ളത്. എന്തായാലും ഗംഭീരമായിട്ടുണ്ട്. അടുത്തത് ഡാലിയ ദിവാകരൻ, സൂപ്പർ വീഡിയോ. ഇന്ന് ഡ്രൈവിംഗ് കഥയുടെ അവസാന സരിതയുടെ പൊക്കൽ കേട്ട് നിൽക്കുന്ന അജിയേട്ടൻ നിൽപ്പ് അങ്ങ് ഇഷ്ടമായി. എന്നെ ഇങ്ങനെ പുകഴ്ത്തുന്നത് എനിക്ക് ഇഷ്ടമല്ല കേട്ടോ. എന്താണെന്നറിയില്ല, പണ്ടേ ഞാൻ അങ്ങനെയാ, എന്നാലും നല്ല രസമുണ്ട് കേട്ടോ. അടുത്തത് രഞ്ജിത്ത് മേനോൻ, ദം ഇടാൻ ബ്രൗൺ ടേപ്പ് വാങ്ങി 5-6 ചുറ്റിയാൽ മതി. ഇന്ന് തുടക്കം തന്നെ നല്ല തള്ളാണല്ലോ. ഈ ബിരിയാണിയുടെ പ്രത്യേകത എന്താണെന്ന് ഒരു പിടിയും കിട്ടിയില്ല കേട്ടോ. നമസ്കാരം രണ്ടുപേർക്കും. തള്ളല്ല കേട്ടോ, നമ്മൾ പറഞ്ഞത് സത്യമാണ്. ഞാൻ ചേട്ടനെ കുറിച്ചിട്ട് പറഞ്ഞതൊക്കെ സത്യം തന്നെയാണ്. നല്ല ഡ്രൈവിങ്ങിന്റെ കുറിച്ചിട്ടായാലൊക്കെ. എന്ത് ഡ്രൈവ് ചെയ്യാൻ ഇഷ്ടമുണ്ടോ ഇല്ലയെന്നല്ല, ഡ്രൈവ് ചെയ്യുന്നത് നല്ല വളരെ സുരക്ഷിതമായ രീതിയിൽ ഇരിക്കുന്ന യാത്രക്കാരെ പേടിപ്പിക്കാത്ത വിധത്തിൽ ഓടിക്കും. അടുത്തത് ശാന്തി വിജയൻ, അജൂസ് വേൾഡിന് നമസ്കാരം. ഇന്നത്തെ കമന്റ് വായനയിൽ മറുപടിയായി വിദ്യാഭ്യാസമുള്ള സരിത വിദ്യാഭ്യാസം കുറഞ്ഞ അജുവിനെ വിവാഹം ചെയ്തതിനെ പറ്റി നിങ്ങൾ മറുപടി പറഞ്ഞത് കേട്ടപ്പോൾ അജുവിന്റെ മുഖഭാവം മാറി. എന്നാലും വിഷമം പുറത്ത് കാണിക്കാതെ അജു അത് മാനേജ് ചെയ്തു. സത്യമായും എനിക്ക് വിഷമം തോന്നി. അജുവിന് വിദ്യാഭ്യാസമല്ലേ കുറവുള്ളൂ? സ്നേഹം നിറഞ്ഞ നല്ല മനസ്സും ലോകവിവരവും സരസ സംഭാഷണവും കുടുംബസ്നേഹിയും ഒക്കെയല്ലേ അജു? അജുവിന് കിട്ടിയത് സരിത ഭാഗ്യവതിയാണ്. സരിത, നിങ്ങൾ പറഞ്ഞ മറുപടിയിൽ തെറ്റുണ്ടെന്നല്ല ഞാൻ പറഞ്ഞത്. അങ്ങനെ ഒരു കമന്റിന് ഇത്രയൊന്നും വിശദമായ മറുപടി വേണ്ടിയിരുന്നോ എന്നാണ്. കുടുംബജീവിതം വിജയിക്കാൻ പരസ്പര സ്നേഹം, വിട്ടുവീഴ്ച മനോഭാവം, പരസ്പരം അംഗീകരിക്കൽ, ക്ഷമ, സംയമനം, അതൊന്നും കുഴപ്പമില്ലടി എന്ന വാക്കുമൊക്കെയല്ലേ. അല്ലാണ്ട് ഡിഗ്രിയും PGയും PhD ഒക്കെയാണോ? ക്ഷമിക്കണം എൻ്റെ വാക്കുകൾ അധിക പ്രസംഗമാണെങ്കിൽ. അയ്യോ പാവണ്ട് ചേച്ചി. നല്ല എഴുത്ത്. അല്ല, അത് കുഴപ്പമൊന്നുമില്ല, നമുക്ക് അങ്ങനത്തെ ഇതൊന്നുമില്ല. സരിതയ്ക്ക് ഇപ്പൊ എനിക്ക് വിദ്യാഭ്യാസം കുറഞ്ഞു പോയതുകൊണ്ട് സരിതയ്ക്ക് യാതൊരു ചേട്ട പെണ്ണ് കാണാൻ പോയി വെച്ചിട്ട് ഏറ്റവും വിദ്യാഭ്യാസം കുറവുള്ളത് എനിക്കിപ്പോ പറയാൻ മാത്രം വിദ്യാഭ്യാസം ഒന്നുമില്ല. ഞാൻ ഒരു ഡിപ്ലോമ വെറും ഒരു ഇലക്ട്രോണിക്സ് എഞ്ചിനീയറിംഗ് ഡിപ്ലോമ മാത്രമുള്ളൂ എനിക്ക്. അല്ലാണ്ട് ഒരു ഡിഗ്രിയും PG ഒന്നുമില്ല. ഡിപ്ലോമേനെ ഡിഗ്രി ആയിട്ട് പോലും അംഗീകരിച്ചിട്ടില്ല അല്ലേ? ഇല്ലാന്ന് തോന്നുന്നുണ്ട്. ഞാൻ ജീവിതത്തിൽ ചെയ്ത ഏറ്റവും വലിയ അബദ്ധമാണ് പ്രീ ഡിഗ്രി കഴിഞ്ഞപ്പോൾ ഡിഗ്രി ചെയ്യാണ്ട് ഡിപ്ലോമയ്ക്ക് പോയത്. ഡിപ്ലോമയ്ക്ക് പോയപ്പോൾ 3 വർഷത്തെ ഡിപ്ലോമ കഴിഞ്ഞപ്പോൾ പഠിപ്പ് തീർന്നല്ലോ. പിന്നെ അവിടെ നിന്ന് പഠിക്കണമെങ്കിൽ പിന്നെ എഞ്ചിനീയറിങ്ങിന് പോകേണ്ടി വരും. അതേസമയം ഡിഗ്രിക്കായിരുന്നു പോയെങ്കിൽ തീർച്ചയായിട്ടും PGക്ക് പോവും. പിന്നെ അവിടെ നിന്ന് അങ്ങനെ പഠിച്ചേനെ. അപ്പോൾ പിന്നെ ചേട്ടനെ കല്യാണം കഴിക്കില്ല. ഞാൻ പഠിക്കാണ്ട് നിൽക്കല്ലേ. അതായത് ഡിപ്ലോമ കഴിഞ്ഞിട്ട് പിന്നെ 1 വർഷം വെറുതെ ഇരിക്കുക വീട്ടിൽ. അപ്പോൾ ഈ വെറുതെ ഇങ്ങനെ വീട്ടിൽ നമ്മളെ കാണുമ്പോഴാണ് ഈ കല്യാണാലോചനകൾ ഇങ്ങനെ വരണേ. അപ്പം അങ്ങനെ കല്യാണം കഴിഞ്ഞ് പോയി. ഞാൻ ജോലിക്കും ശ്രമിച്ചില്ല. അതുണ്ടായേ. ജോലിക്ക് ശ്രമിച്ചില്ല എന്ന് പറഞ്ഞാൽ ആ സമയത്ത് ഒരു ട്യൂഷൻ സെൻ്ററിൽ ട്യൂഷൻ എടുക്കാൻ പോകുന്നുണ്ട്. രാവിലെ 6:30 തൊട്ട് 8 മണി വരെയും ഉച്ചതിരിഞ്ഞ് 4:30 തൊട്ട് ഒരു 7 മണി 7:30 വരയ്ക്കും. അപ്പോൾ ആ ഒരു സമയത്ത് ഞാൻ എല്ലാ ദിവസവും പോകണോണ്ട് ഇതിൻ്റെ ഇടയിലുള്ളൊരു ടൈം നമുക്ക് ജോലിക്ക് പോകാൻ പറ്റില്ലല്ലോ. അത് കാരണം കൊണ്ട് പിന്നെ ജോലിക്കൊന്നും ശ്രമിച്ചില്ല. ഈ 1 വർഷം കൂടി ട്യൂഷൻ എടുക്കൽ കഴിഞ്ഞിട്ട് പിന്നത്തെ കൊല്ലം ജോലിക്കൊക്കെ നോക്കാമെന്ന് വിചാരിച്ചിരുന്നു. പിന്നെ അപ്പോഴും കല്യാണം ശരി. അങ്ങനെ അപ്പം ഞാൻ വലിയ വിദ്യാഭ്യാസം ഒന്നും ഇല്ലാട്ടോ ചേച്ചി. ഡിഗ്രി പോളിടെക്നിക് കോളേജ് എന്നാ പറയാ. അതേടി. അപ്പൊ ഞാൻ എന്നെ എപ്പോഴും അത് പറഞ്ഞ് കളിയാക്കാറുണ്ട് ചേട്ടൻ കല്യാണം കഴിഞ്ഞ ശേഷം. ഞാൻ BEd MEd കാരൊക്കെ പോയിട്ടുണ്ട്. ഞാൻ മറ്റോരെ കണ്ടിട്ടുണ്ട്. ഇന്ന സ്ഥലത്ത് പോയ പെണ്ണുണ്ടല്ലോ, തമാശക്ക് പറയണതൊക്കെ ഇതൊക്കെ വെറുതെ നമ്മൾ വർത്താൻ പറഞ്ഞ നർമ്മ സംഭാഷണം ഉണ്ടെന്ന് പറയില്ലേ. അല്ലാണ്ട് അതിന്റെ പേരിൽ ഭാവനയിലുണ്ടായിരുന്ന ഒരു പെണ്ണേ അല്ല ഞാൻ. ചേട്ടൻ നല്ല ഹൈറ്റുള്ള പെൺകുട്ടി വേണം, നല്ല വെളുത്ത് വണ്ണം കുറഞ്ഞ് അങ്ങനെ പറയും. വെളുത്ത് കൊല്ലി ഞാൻ പറയാറില്ല. എന്റെ ഭാവനയിൽ എനിക്ക് ബെൻസ് കാറും അങ്ങനെയാണ് നമ്മൾ ബെൻസ് കാറും ആൾക്കാരെ തമ്മിൽ താരതമ്യം ചെയ്യുന്നത് അതൊരു വസ്തുവാണ്. എല്ലാം ആള് വേറെ. മനുഷ്യന്റെ ആഗ്രഹങ്ങളൊക്കെ അങ്ങനെ തന്നെയാണ്. പല പല കാര്യങ്ങളും സമ്മതിക്കണ്ടോന്ന് അടുത്ത് വായിക്കും വേഗം വായിക്കും. കണ്ടമാനം വായിക്കാണ്ട്. അടുത്ത് ദർശന തോമസ്, ഞങ്ങൾ കേട്ടത് കളരാഗം എന്നാണ് സരിതേ. അതൊരു മിസ്റ്റേക്ക്. കഴിഞ്ഞ കമന്റ് വായനയിൽ ഫസ്റ്റ് കമന്റ് തന്നെ വായിച്ചപ്പോൾ കാളരാഗം എന്നുള്ളതിന് ഞാൻ ഇങ്ങനെ വായിച്ചപ്പോൾ കളരാഗം പോലെ അങ്ങനെയാണ് വായിച്ചാണ്. ഞാനത് കമന്റ്സ് കണ്ടപ്പോൾ ഞാൻ അത് കേട്ട് നോക്കിയപ്പോൾ ശരിയാണ്. അപ്പം അതിൽ ഞാൻ ക്ഷമ ചോദിക്കുന്നു. കുറേ പേര് അത് എഴുതിയിട്ടുണ്ട്. ഞാൻ കളരാഗം എന്നാണ് പറഞ്ഞത്. ചേട്ടാ അത് എടുത്ത് പറയുന്നുണ്ടേ കളരാഗം എന്ന്. അടുത്തത് വിനോദിനി, കോടീശ്വരനിൽ പങ്കെടുത്ത അജുവിനാണോ വിദ്യാഭ്യാസമില്ലെന്ന് പറയുന്നത്? അജുവിൻ്റെ ഫാമിലിക്ക് ഞാൻ ചേട്ടന് വിദ്യാഭ്യാസത്തിൽ അങ്ങ് ഒരിക്കലും പറയില്ല കേട്ടാ. കാരണം ചേട്ടന്
ഭയങ്കര അറിവുണ്ട്. വിദ്യാഭ്യാസം കൊണ്ട് നേടുന്ന അറിവിൻ്റെ എത്രയോ ഭയങ്കര അറിവുണ്ട് ചേട്ടന്. അതുകൊണ്ട് എനിക്കൊന്നും സംസാരിക്കുമ്പോൾ എന്നെ പലപ്പോഴും ഒന്നും കിട്ടാറില്ല ചേട്ടനോട് സംസാരിക്കുമ്പോൾ, അത്രയും അറിവ് കൂടുതലാണ്. അതുകൊണ്ട് ചേട്ടന് വിദ്യാഭ്യാസം ഇല്ലയെന്ന് ഞാനൊരിക്കലും പറയില്ല. ചേട്ടൻ തന്നെ സ്വയം പറയും നമ്മൾ പ്രീ ഡിഗ്രി തോറ്റു അതുകൊണ്ട് ചേട്ടൻ തന്നെയാണ് സ്വയം ഇങ്ങനെ. നമ്മുടെ വിദ്യാഭ്യാസം എന്ന് പറയുന്നത് ലോകപരിചയത്തിൽ നിന്ന് കിട്ടിയിട്ടുള്ളത് മാത്രമല്ലോ. അതല്ലേ ഏറ്റവും വലിയ അറിവ്. സ്കൂളിൽ പോയിട്ട് പഠിക്കണം തന്നെ ഇല്ലല്ലോ. അതും പഠിക്കാൻ കഴിവില്ലാണ്ട് ഓർമ്മശക്തിയോ ഇതൊന്നും ഇല്ലാണ്ടല്ലേ ഇത്ര ഓർമ്മയുള്ള ആളാ. അപ്പൊ ഒക്കെ ശരിക്കും പഠിച്ചിരുന്നെങ്കിലൊക്കെ ഇല്ലേ എവിടെ എത്തണ്ടെന്നറിയോ. എനിക്ക് ഈ എത്തിയത് മതി. ഇനി വേറെ പഠിച്ചിട്ട് വേറെ എത്തിയതല്ല ഇത് വേണ്ട. ഇതിൽ ഞാൻ പൂർണ്ണ തൃപ്തനാണ്. അജുവിന്റെ ഫാമിലിക്ക് ഭാര്യമാരെ സ്നേഹിക്കാനുള്ള നല്ല മനസ്സുണ്ട്, അതുപോലെ സാമാന്യ ബുദ്ധിയും ഉണ്ട്. അടുത്തത് ബിന്ദുകല സുധാകരൻ. സരിതയും ജയന്തിയും പറഞ്ഞത് ശരിയാണ്. ജയന്തി 90കളിൽ പെൺകുട്ടികളെ ഡിഗ്രി കഴിയുമ്പോഴേക്കും വിവാഹം കഴിച്ചു വിടും. പിന്നീട് ഭർത്താവിന്റെ മനോധർമ്മം അനുസരിച്ചായിരിക്കും തുടർന്നുള്ള പഠനവും ജോലിയും എല്ലാം. ഒരുപാട് കുട്ടികൾ ജോലിക്ക് ശ്രമിക്കാൻ പോലും കഴിയാതെ വീട്ടിലിരുന്നു പോയത് അങ്ങനെയാണ്. ഞാനും അങ്ങനെ ഒരാളാണ്. കുട്ടികളെല്ലാം മുതിർന്ന് സ്വയം പര്യാപ്തരാകുമ്പോൾ മുതൽ നമുക്ക് ജോലി നേടാഞ്ഞതിൻ്റെ സങ്കടം തോന്നി തുടങ്ങും. ഇന്നത്തെ പെൺകുട്ടികൾ മിടുക്കികളാണ്. ജോലി നേടിയിട്ടേ വിവാഹത്തിന് സമ്മതിക്കൂ. ഇപ്പോൾ വിവാഹപ്രായമായാൽ മതിയായിരുന്നു. ഞാനും വിചാരിക്കാറുണ്ടത്. വീഡിയോ സൂപ്പർ ആകുന്നുണ്ട്, ഒരുപാട് ഇഷ്ടമാണ് നിങ്ങളെ. അന്ന് കാലത്ത് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ വീടുകളിൽ കൂട്ടുകുടുംബത്തിലേക്ക് ആയിരിക്കും കല്യാണം കഴിച്ചു കൊണ്ടുവരിക. അപ്പോൾ മൊത്തത്തിൽ ആ വീട്ടിൽ കുറേ കാര്യങ്ങൾ നോക്കാനും പണികൾ തന്നെ മെയിനായിട്ട് അടുക്കളയില്. ആ സമയത്ത് വേറെ ജോലിക്ക് കെട്ടിച്ചു കൊണ്ടിരുന്നത് വീട്ടിലത്തെ കാര്യങ്ങൾ നോക്കാനാണ് എന്നുള്ളത് ഒരു ധാരണയായിരുന്നു അന്നുണ്ടായിരുന്നത്. നമ്മൾ ഒരു കാലഘട്ടത്തിൽ സിനിമകൾ കാണുമ്പോഴും കണ്ടിട്ടില്ലേ അമ്മമാര് മക്കളോട് പറയണത്, എനിക്ക് വയ്യ പണിയെടുക്കാൻ, നീ ഒരു പെണ്ണിനെ എവിടെന്നെങ്കിലും വിളിച്ചോണ്ട് പോയോട്ടാ, ഇങ്ങനെ പറയാ. അല്ലാണ്ട് ഒരു ഭാര്യ വേണം അതല്ല, എനിക്ക് പണികൾ എടുത്തെടുക്കാൻ വയ്യ അപ്പൊ ഒരാളെ കൊണ്ടുപോവാ. ഇതാണ് അല്ലേ നമ്മൾ കൊറേ സിനിമകളിൽ കേൾക്കാം അങ്ങനത്തെ ഡയലോഗ്. അടുത്തത് പ്രിയ ബി പിള്ളൈ. കൊല്ലം പുത്തൂരുണ്ടെന്ന് അജുചേട്ടൻ പറഞ്ഞപ്പോ സന്തോഷം തോന്നി. ഞാൻ ഇങ്ങനെ ഇവിടെ ഇരുന്ന് പറയായിരുന്നു, അജുവേട്ടാ കൊല്ലത്തുണ്ട് എന്ന്. കായംകുളം, ആലപ്പുഴ, കൊല്ലം ഇവിടെയൊക്കെ മീൻകറി സൂപ്പറാണ്. കോട്ടയം മുളകിട്ടത് അടിപൊളി. പക്ഷേ കായംകുളം, ആലപ്പുഴ എല്ലാം കൊല്ലം അവിടെ ഏത് രീതിയിൽ വെച്ചാലും സൂപ്പറാണ്. പ്രത്യേകിച്ച് തേങ്ങ അരച്ച് മാങ്ങയും ഉണ്ടമുളകും ഒക്കെ ഇട്ട് വെച്ചാലും സൂപ്പറാണ്. അല്ല ഒക്കെ ഇട്ട് വെക്കുന്നത്. എൻ്റെ അമ്മോ പറഞ്ഞിട്ട് വായിൽ വെള്ളം വരുന്നു. ഞാൻ പറഞ്ഞിട്ടുണ്ട് കൊല്ലംകാർക്ക് മീൻ കൂട്ടാൻ ഇല്ലാത്ത ഒരു പരിപാടി ഇല്ലെന്ന്. ചോറിന് നമ്മള് ഇവിടേക്ക് പോയപ്പോ സാംബശിവൻ ആളുടെ വീട്ടിലേക്ക് പോയപ്പോ, ഡോക്ടറുടെ വീട്ടിൽ പോയപ്പോ അവിടെ കൊറേ ടൈപ്പ് മീൻകറി. പക്ഷെ ആ ചേച്ചിയാണെങ്കിൽ തൃശ്ശൂക്കാരിയാ. അവിടത്തെ വെപ്പൊക്കെ പഠിച്ചിട്ടുണ്ടാവും ആള്. നല്ല ടേസ്റ്റ് ആയിരുന്നു കറികളൊക്കെ. അടുത്തത് സ്വവ്യ സ്റ്റാൻലി. മനസ്സിലായില്ലേ? സ്വവ്യ. ലോകത്തിൽ ഒരു പേര് ഉണ്ടാവുള്ളൂ. അത് ഞാൻ ചോദിച്ചു ഇത് എങ്ങനെ ഈ പേര് ഇടാൻ കാരണം. അപ്പോൾ ആ കുട്ടിയുടെ ചേട്ടൻ്റെ പേര് സ്വരൂപ് എന്നാണ്. അപ്പോൾ ഒരു പെൺകുട്ടി ഉണ്ടായപ്പോൾ സ്വായിൽ തുടങ്ങണ ഒരു പേരിടണം എന്നാലോചിച്ചിട്ട് അവർ. അപ്പം ഞാൻ പറഞ്ഞു സ്വാതി അതുപോലെ ഉള്ള പേരുകളൊക്കെ ഉണ്ടല്ലോ, അപ്പം അതൊന്നും ഇടാൻ തോന്നിയില്ലേന്ന് ചോദിച്ചു. സ്വവ്യ അങ്ങനെ പറയാനായിട്ട് വീട്ടുകാർക്ക് വിളിക്കാൻ ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പോൾ ഞാൻ ചോദിച്ചു വിളിക്കാൻ വല്ല വിളിപ്പേരുണ്ടോന്നേ. അപ്പം എല്ലാവരും എപ്പോഴും വിളിക്കേണ്ടി വരുന്ന ഒരു സവ്യ എന്നാക്കിന്ന്. സ്വവ്യ എന്ന് വിളിക്കാൻ ഇത്തിരി പാടല്ലേ, അങ്ങനെയാക്കി ഇത്ര. ഹലോ, സ്വവ്യ കോട്ടയംകാരി അല്ലാട്ടോ, തൃശ്ശൂർ കുന്നംകുളംകാരിയാണ്. ഹാറ്റ്സ് ഓഫ് ടു സരിത ഫോർ റിമെമ്പറിങ് മൈ നെയിം. ഇതാരും മറക്കില്ലേ, ഒരു വട്ടം കേട്ടവര്. മറ്റേ പേരാണ് മറന്നത്, സ്റ്റാൻലി എന്നുള്ള പേരാണ് ഞങ്ങൾ മറന്നത്. അടുത്തത് എസ് ബായുഷി ഒരു കമന്റ് കൂടി കേട്ടാ. അത് വായിക്കാനൊരു കാരണമുണ്ട്. സരി ചേച്ചിക്ക് എല്ലാം അറിയാം. തമാശ, സാഹിത്യം, അഭിനയം, ക്യാമറയ്ക്ക് മുന്നിലല്ല പിന്നിൽ, മ്യൂസിക്. സോ നെക്സ്റ്റ് ഇയർ വനിതാരത്നം അവാർഡ് സരി ചേച്ചിക്ക് കൊടുക്കണം. ഹർമൻ പ്രീത് കൗറിനോ ദീപ്തി ശർമ്മയ്ക്കോ ഷെഫാലി വർമ്മയ്ക്കോ കൊടുക്കരുത്. ഈ കമന്റ് ഞാൻ വായിക്കാൻ കാരണം ഈ കമന്റിന് വന്ന റിപ്ലൈ കമന്റ് ആണ്. അൽഫോൻസ ക്രിസ്ത്യൻ. അത് നമ്മുടെ സരിത അല്ലയോ, അത് അവൾക്ക് കിട്ടിക്കോട്ടെ എന്നേ തൃശ്ശൂക്കാര് പറയൂ. പത്മശ്രീ കിട്ടാൻ വേണ്ടിട്ട് നടക്കുമ്പോ കിട്ടിക്കോട്ടെ തൃശ്ശൂക്കാര് പറയൂ. അതെ, അതുപോലെ എനിക്ക് അത് എനിക്ക് വായിച്ച ഭയങ്കര ഇഷ്ടമായി.
മിനി മുരളി, ബസുമതി റൈസ് പഴകും തോറും ടേസ്റ്റ് വിലയും കൂടും. പഴകിയത് കൊണ്ടാണ് അരിക്ക് ആ കളർ. പിന്നെ അരിക്ക് ആ കളറ്. പിന്നെ ദമ്മിടുമ്പോൾ പാത്രത്തിന്റെ മൂടിയിലെ ദ്വാരം അടയ്ക്കാൻ ഒരു ഗ്രാമ്പു വയ്ക്കണം. ദമ്മിടാൻ മാത്രമായി ഒരു ദോശക്കല്ല് മാറ്റി വയ്ക്കുന്നത് നല്ലതാണ്. കാരണം കല്ലിന്റെ ടെക്സ്ചറിന് മാറ്റം വരും, പിന്നെ ഒന്നിനും കൊള്ളില്ല. അതിനുവേണ്ടി മാത്രം ആ കല്ല് ഉപയോഗിക്കാൻ പാടുള്ളൂ. യെസ്, നമുക്ക് കുറേ അറിവുകൾ ഇങ്ങനെ കിട്ടും കമന്റ് വായിക്കുമ്പോൾ. മിഥുൻ പി വേണു, ഈ മിഥുൻ പി വേണുവിന്റെ കമന്റ് കഴിഞ്ഞ ആഴ്ച വായിച്ചപ്പോൾ എനിക്കൊരു തെറ്റുപറ്റി. ഞാൻ മിഥുൻ പ്രവീൺ എന്ന് വായിച്ചു. സോറി കേട്ടാ, അതുകൊണ്ട് ഞാൻ വീണ്ടും കമന്റ് എടുത്താണ്. മിഥുൻ പി വേണു എന്നാണ് പേര്. അജുവേട്ടൻ വീണ്ടും എരിവ് വലിച്ചു കയറ്റാൻ തുടങ്ങി. കുറച്ചായി ഇല്ലായിരുന്നു. എന്തേലും പറഞ്ഞ എൻ്റെ ഇടയിൽ ഇങ്ങനെ കാണിക്കില്ലേ, അത് ഞാനും കാണിക്കൂട്ടാ. കുറച്ചായില്ലായിരുന്നു. തൈരും വഴുതനും ഉപയോഗിച്ചൊരു കൂട്ടാൻ ഉണ്ടാക്കിയില്ലേ സരിത? ആ സമയത്ത് ബാക്കിയുള്ള സ്വാദിഷ്ടമായ തൈര് കഴിക്കുമ്പോഴും അജുവേട്ടൻ എരിവ് വലിക്കുന്നുണ്ടായിരുന്നു. അതും ഒരു മാനറിസമാണെന്ന് തോന്നുന്നു. അതെ, അറിയാണ്ട് ചെയ്യണതാ. അടുത്തത് LP. പോടുന്നു, ഞാൻ മിണ്ടില്ല. മുഴുവൻ വായിക്കാതെ നിർത്തിപ്പോയില്ലേ? ഇരുട്ടായാൽ എന്താ, FRK സഹായിക്കില്ലേ? ഇനി ഒരാഴ്ച കാത്തിരിക്കണ്ടേ ബാക്കി കേൾക്കാൻ? അത് കാരണം ഈ കമന്റ് വായിക്കാൻ പറ്റിയില്ലേ? ഇവിടെയാണെങ്കിൽ ഇവിടെയൊക്കെ ഉണ്ട്. ഇവിടെ എനിക്കിപ്പോ ഇന്നലെ രാത്രി ഞാൻ വെറുതെ പുറത്തിങ്ങനെ രാത്രി കിടക്കാറായി, വാതിലൊക്കെ അടയ്ക്കാൻ വേണ്ടിയിട്ട് ഇങ്ങനെ വന്നിട്ട് ഞാൻ പുറത്തിങ്ങനെ വന്നപ്പോഴേ എനിക്ക് പെട്ടെന്ന് തോന്നിയൊന്നുമില്ലെന്നറിയോ, പണ്ടൊക്കെ കല്യാണങ്ങൾ വരില്ലേ, കല്യാണം അങ്ങനെ വീട്ടിലെന്തെങ്കിലും പരിപാടി, അപ്പോഴാണ് ഇങ്ങനെ വെളിച്ചുണ്ടാവും വീടിന്റെ ബാക്കിലൊക്കെ. അല്ലെങ്കിൽ നമ്മളൊക്കെ രാത്രി സാധാരണ വാതിലടച്ച് ലൈറ്റൊക്കെ കെടുത്തി നമ്മൾ പോകുമ്പോൾ ആകെ ഇരുട്ടായിരിക്കും. ബാക്കിൽ പറമ്പിലേക്കൊക്കെ നോക്കുമ്പോൾ ഒന്നും കാണില്ല, കൂറ്റാകൂരി ഇരുട്ടായിരിക്കും. ഇത് ജാതി പകല് പോലത്തെ വെളിച്ചം. അപ്പോൾ നമ്മൾ നിറച്ച് ലൈറ്റൊക്കെ കൊടുക്കുക. ഇതുപോലെ എന്തെങ്കിലും ഫങ്ഷൻസ് വീട്ടിൽ വരുമ്പോൾ വീട്ടിൽ ബാക്കിലൊക്കെ ആയിരിക്കുമല്ലോ പാചകമൊക്കെ നടക്കുന്നുണ്ടാവുക. അപ്പോൾ അവിടെ ഇവിടെയൊക്കെ ട്യൂബ് ലൈറ്റുകൾ അങ്ങനത്തെ ഓരോ ലൈറ്റുകളൊക്കെ എടുത്തിട്ടുണ്ടാവും വയറ് വലിച്ചിട്ട്. അതുപോലെ തോന്നി എനിക്ക് ഇന്നലെ രാത്രി, അത്രയും വെളിച്ചാ. നേച്ചർ അറൗണ്ട്. ഇന്നലെ ന്യൂസ് റീഡർ പ്രമോദ് രാമൻ FBയിലിട്ട പോസ്റ്റ് ആണ് ചുവടെ ചേർക്കുന്നത്. FBയിൽ നോക്കിയാൽ അദ്ദേഹം ഇട്ട ഫോട്ടോസും കാണാം. കാറ്റ്സ് ക്ലോ അഥവാ പൂച്ചനഖം എന്ന് വിളിക്കുന്ന ഒരു വള്ളിച്ചെടി ഞങ്ങളുടെ വീട്ടിൽ വേലിക്കൽ വളർന്നു വന്നിരുന്നു. പെട്ടെന്ന്, അതായത് ആളിട്ട പോസ്റ്റാണ് കേട്ടാ, ആളുടെ വീട്ടിലത്തെ കാര്യം പറയണേ. പെട്ടെന്ന് വളർന്ന് പന്തലിക്കുന്ന ഇനമാണ്, നല്ല പച്ചപ്പ് വരും. ഇതിൻ്റെ പെൺ ഇനത്തിൽ നിറയെ മഞ്ഞപ്പൂക്കളും ഉണ്ടാകും. ഒരു വലിയ മതിൽ നിറയെ മഞ്ഞപ്പൂക്കൾ മൂടി നിൽക്കുന്ന ഫോട്ടോ സുഹൃത്തിൻ്റെ ഫേസ്ബുക്ക് പോസ്റ്റിൽ കണ്ടപ്പോഴാണ് ഞങ്ങളും താല്പര്യത്തോടെ ഈ ചെടി വാങ്ങി നട്ടത്. എന്നാൽ ഞങ്ങളുടേത് ആൺ ഇനമായിരുന്നു എന്ന് പിന്നെയാണ് മനസ്സിലായത്. അതിൽ വല്ലപ്പോഴും അവിടെയായി മാത്രമേ പൂക്കൾ ഉണ്ടായിരുന്നുള്ളൂ. പക്ഷേ ഒരു വലിയ കമ്പിവേലി മുഴുവനും പച്ച നിറഞ്ഞ ചെടി കാണാനും നല്ലതായിരുന്നു. അടുത്ത വീടുകളിലെ കുട്ടികളൊക്കെ വന്ന് അതിൻ്റെ മുന്നിൽ നിന്ന് ഫോട്ടോ എടുക്കാനും റീൽസ് ചെയ്യാനും തുടങ്ങി. ഇതൊക്കെ ആസ്വദിച്ച് വരുന്നതിനിടയിലാണ് ഒരു ദിവസം നോക്കിയപ്പോൾ വീടിനുള്ളിലെ കോട്ടിയാടിൽ ഈ ചെടിയുടെ ഒരു മുടിനാര് പോലെയുള്ള തണ്ട് എഴുന്നേറ്റ് നിൽക്കുന്നു. ആശ്ചര്യപ്പെട്ടു പോയി. അപ്പോഴാണ് മനസ്സിലാക്കുന്നത് പൂച്ചനഖങ്ങൾ വീടിന്റെ തറയുടെ അടി കൂടെ വേര് വിരിച്ച് വലയം ചെയ്തു കഴിഞ്ഞു എന്ന്. അത് അദൃശ്യമായൊരു ധൃതരാഷ്ട്രാലിംഗനം കൊണ്ട് വീടിനെ വളഞ്ഞു പിടിക്കുകയാണ് എന്ന് ഞങ്ങൾ മനസ്സിലാക്കി. പിന്നെ വൈകാതെ അത്രയും പന്തലിച്ചു നിൽക്കുന്ന കാറ്റ്സ് ക്ലോ വെട്ടിക്കളഞ്ഞ് വെടുപ്പാക്കി. താഴെ വെട്ടി ചെടി മുഴുവൻ കമ്പിവേലിൽ നിന്ന് വലിച്ചുരാൻ നടത്തിയ ശ്രമം ഒരു 50% വിജയിച്ചുള്ളൂ. അത്രയ്ക്ക് ബലമായിരുന്നു അതിന്റെ തടിക്ക്. ശരിക്കും പറഞ്ഞാൽ കമ്പിയേക്കാൾ ബലം. എന്നാലും തായ്തടി ആവുന്നത്ര താഴേക്ക് കുഴിച്ച് അടിവേര് അറുക്കാൻ സാധിച്ചു. ഒരു വലിയ ഭീഷണി അവസാനിച്ചു എന്ന് കരുതിയിരുന്നപ്പോഴാണ് കഴിഞ്ഞ ഏതാനും ദിവസങ്ങൾ കൊണ്ട് വീടിന്റെ തറയോട് ചേർന്ന് പല ഭാഗത്തും എന്തിന് കോട്ടിയാടിൽ തന്നെയും പുതിയ നഖങ്ങൾ നീണ്ടുവരുന്നത് കണ്ടത്. നശിപ്പിക്കാൻ ശ്രമിച്ചതിനുള്ള പ്രതികാരം പോലെ ഒരു രാഹുൽ സദാശിവൻ സിനിമയാണോ സംഭവിക്കുന്നത് എന്ന് തോന്നിപ്പോയി. ഇനി എന്തു ചെയ്യണം എന്ന ആലോചനയിലാണ്. ഈ ചെടി കൊച്ചിയിൽ പല കെട്ടിടങ്ങൾക്ക് ചുറ്റിലും അലങ്കാരത്തിനായി വെച്ചുപിടിപ്പിച്ചിട്ടുള്ളത് കാണുകയുണ്ടായി. അക്കൂട്ടത്തിൽ വീടുകളും ഫ്ളാറ്റുകളും ഉണ്ട്. അവർക്കെല്ലാം മുന്നറിയിപ്പ് എന്ന നിലയ്ക്ക് ഈ അനുഭവം ഇവിടെ ഇടാം എന്ന് വെച്ചു. കൂടെയുള്ള ചിത്രങ്ങൾ സാക്ഷ്യം. ഒരു കാര്യം കൂടി പറഞ്ഞ് എൻ്റെ വാക്കുകൾ ഉപസംഹരിക്കാം. ഈ ചെടിയെ ഫാസിസം എന്നും വിളിക്കാം. കറക്റ്റാണ്. അപ്പൊ ഇത്രയാണ് ആളിട്ടാണ് പോസ്റ്റ്. അതായത് നമ്മൾ ഇവിടെ കാറ്റ്സ് ക്ലോ പടർത്തണോ അതോ ഇഷ്ടിക വെച്ച് കെട്ടണോ എന്ന് ചോദിച്ചതില് ഒരു 99% പേരും എന്നെ അനുകൂലിച്ചിട്ടാണ് ഇട്ടിട്ടുണ്ടായിരുന്നത്. സരിതയുടെ അഭിപ്രായത്തിനോട് യോജിക്കുന്നു എന്ന് പറഞ്ഞിട്ട്. അപ്പൊ നമ്മൾ പക്ഷേ അതിൽ കുറച്ച് മാറ്റങ്ങളൊക്കെ വരുത്തിയിട്ടാ അത് വേണ്ടാന്ന് തീരുമാനിച്ചു. അത് ഈ കമന്റ് വായിച്ചിട്ടില്ല. അതിന് മുന്നേ തന്നെ ഞങ്ങള് 2 ഇഷ്ടിക ഇവിടെയും, അതായത് മൊത്തം ഇവിടെ ചെയ്യണമെങ്കിൽ കുറച്ച് പൈസയാവും. അളവെടുത്ത് പോയിട്ട് പൈസ നമുക്ക് കണക്കൂട്ടി ഇട്ടപ്പോൾ അത്യാവശ്യം പൈസ വരുന്നുണ്ട്. അപ്പം ഞങ്ങൾ ആ പദ്ധതി ഉപേക്ഷിച്ചു.
എന്നിട്ട് ഞങ്ങൾ ഇപ്പം അവർ ചാടുന്നത് ഈ മതിലും ആ മതിലാ ഹൈറ്റ് കുറവ്. ആ ഹൈറ്റ് കുറഞ്ഞ ഭാഗത്ത് മാത്രം രണ്ടുപേര് കട്ട കെട്ടി അവസാനിപ്പിക്കാം എന്ന് തീരുമാനിച്ചു ഇരിക്കുകയായിരുന്നു. അപ്പോഴാണ് ഇന്നലെ ഈ കമന്റ് ഞാൻ കണ്ടത്. ഗംഭീരമായിട്ടുള്ള സാധനം തന്നെയാണ്. ഇനി ഈ കമന്റിന് ഈ നേച്ചർ അറൗണ്ട് റിപ്ലൈ കൊടുത്തത്, അതിന് ഞാൻ ഇട്ട മറുപടിയും ചുവടെ ചേർക്കുന്നു. പല രാജ്യങ്ങളും ഇതിനെ അധിനിവേശ സസ്യമായി കണക്കാക്കി അവ വളർത്താൻ നിയമപരമായി നിയന്ത്രണമുണ്ട് എന്നാണ് അറിവ്. കാറ്റ്സ് ക്ലോ മാത്രമല്ല, നഴ്സറിക്കാർ ഇവിടെ കൊണ്ട് പോപ്പുലർ ആക്കുന്ന പല ചെടികളും അധിനിവേശ സസ്യങ്ങളാണ്. അതിനൊരു നിയന്ത്രണമോ നിയമമോ നമ്മുടെ നാട്ടിലില്ല. ടേർട്ടിൽ വൈൻ, സിംഗപ്പൂർ ഡെയ്സി, ക്രീപ്പിംഗ് മെലസ്റ്റോമ, കാറ്റ്സ് ക്ലോ, തുൻബേർജിയ തുടങ്ങി പലതും ഇക്കൂട്ടത്തിൽ പെടുന്നവയാണ്. നമ്മുടെ നാട്ടിലെ ഇലക്ട്രിക് വയേഴ്സ്, ട്രാൻസ്ഫോമേഴ്സ് ഒക്കെ ധൃതരാഷ്ട്ര പച്ച എന്ന സസ്യം എത്ര പെട്ടെന്നാണ് കൈയടക്കിയത്. ഇപ്പോൾ പാടത്തും പറമ്പിലും എല്ലാം ഇവ നിറഞ്ഞു. കാട്ടുപൊന്നാങ്കണ്ണി വേറെ. വയനാട്ടിലെ കാടുകളിൽ മഞ്ഞക്കൊന്ന പടർന്ന് തുടങ്ങി. മൃഗങ്ങൾ തീറ്റയില്ലാതെ കാടിറങ്ങാൻ തുടങ്ങിയപ്പോഴാണ് ബന്ധപ്പെട്ടവർക്ക് ബോധോദയം ഉണ്ടായത്. അതുപോലെ ഇവിടെയും എന്നെങ്കിലും എപ്പോഴെങ്കിലും ആർക്കെങ്കിലും മറ്റ് അധിനിവേശ സസ്യങ്ങളെ നിയന്ത്രിക്കാൻ ബോധോദയം ഉണ്ടാവും എന്ന് പ്രത്യാശിക്കാം. എന്തായി എന്നിട്ട് റൂയിൻസ് അങ്ങോട്ട് പറഞ്ഞിട്ടൊരു ഇംഗ്ലീഷ് മൂവി കണ്ടിട്ടുണ്ട്. ഇങ്ങനത്തെ ഒരു ചെടി, അത് പക്ഷെ മനുഷ്യനും തിന്നും, മനുഷ്യന്റെ ഉള്ളിലേക്ക് കേറും അത്. എന്നിട്ട് നമ്മുടെ രക്തവും നമ്മുടെ ഉൾഭാഗമൊക്കെ തിന്നും. അങ്ങനെ തിന്നിട്ടാണ് അത് വളരാ. അങ്ങനത്തെ ഒരു ചെടി. അങ്ങനത്തെ ഒരു കാട്ടില് ഒരു കൂട്ടം ആൾക്കാർ പെട്ടിട്ടുള്ള ഒരു സിനിമ. ഭയങ്കര പടം അത്. ഞാൻ കണ്ടിട്ടുണ്ട് പണ്ട് കുറെ കൊല്ലങ്ങൾക്ക് മുമ്പ്. എനിക്ക് അതിന്റെ കാര്യം ഓർമ്മ വന്നത് വായിച്ചപ്പോ. അപകടകരമാണ്. അപ്പൊ നമ്മളിത് വേണ്ടെന്ന് വെച്ചു. അപ്പൊ ഇത് കൂടുതൽ ഇതിനെ കുറിച്ച് പഠനം നടത്തിയിട്ട് അനുഭവത്തിന്ന് പറഞ്ഞിട്ടുള്ള ആള് ഇതാണ് കേട്ടാ. ഈ മതിലും, അതായത് ഇപ്പൊ ഇവർ ചാടണ കുടിലിന്റെ അവിടെയുള്ള ആ മതിലുണ്ടല്ലോ, അതും പിന്നെ ഇപ്പുറത്തെ മീൻകുളത്തിനോട് ചേർന്നിട്ടുള്ള ഹൈറ്റ് കുറഞ്ഞ ഭാഗം, അതിൽ കൂടെയാണ് ആദ്യം ചാർലി ചാടി ഓടുന്നത്. അപ്പോഴാണ് അവിടെ വല കെട്ടിയത്. അവിടെയും നമ്മൾ ഇപ്പൊ ഇഷ്ടിക കെട്ടും. അല്ലാണ്ട് ഈ ചുമരും ഈ മതിലും ആ മതിലുമ്പിലും നമുക്ക് ഇതന്നെ ചെയ്യാം. നെറ്റ് അടിച്ചിട്ട് നമ്മൾ വേറെ ഏതെങ്കിലും ചെടികൾ പടർത്താം. കാറ്റ്സ് ക്ലോ വേണ്ടാന്ന് തീരുമാനിച്ചു. അടുത്തത് ദർശന പ്രദീപ്. സരിതയുടെ ഐഡിയ ഈസ് ഡെഫിനറ്റ്ലി ബെറ്റർ. പക്ഷെ വെറുതെ സ്വിമ്മിംഗ് പൂൾ, മെഷ്, ഫെൻസിങ് പോലത്തെ വെച്ചാൽ മതി. കാറ്റ്സ് ക്ലോ വെച്ചാൽ കാട് പോലെയാവും. അവിടെ പാമ്പൊക്കെ ഉള്ളതല്ലേ, ബാക്കിൽ ഒഴിഞ്ഞ പറമ്പും. സോ ജസ്റ്റ് അങ്ങനെ കൊടുത്താൽ മതി. നിങ്ങൾക്ക് ആ വ്യൂ പോകില്ല. അജുവിന് ഫ്ലാറ്റിൻ്റെ അവിടെയുള്ള മഴക്കാർ കാണിക്കണ്ടേ. അതായത് ഒന്നും പടർത്തണ്ട, വെറുതെ മെഷ് ഇതില്ലേ അത് വെച്ചു കൊടുത്താൽ മതി. ഒന്നും പടർത്തണ്ടതുമേ. അങ്ങനെ വേണമെങ്കിൽ ചെയ്യാട്ടാ. ഇഷ്ടിക വെച്ച് കെട്ടണതിന് ചെലവ് കൂടും. മാത്രല്ല നമ്മുടെ മതില് താങ്ങൂന്നുള്ളതാണ്. അടുത്തത് സതിമോഹൻ. ഇനി കിഴങ്ങ് ഉണ്ടെങ്കിൽ അറിയുവാൻ കിഴങ്ങിന്റെ മുള ചെറിയ ഇല കാണാം, അവിടെ കിളച്ചു നോക്കിയാൽ മതി, കിഴങ്ങ് കിട്ടുന്നു. അടുത്തത് ബിജി നാരായണൻ. സരിതയുടെ അഭിപ്രായത്തോട് യോജിക്കുന്നു. അജു എക്സ്പ്രഷൻ കുറച്ച് കുറയ്ക്കാം. ബിന്ദു അജി. കൈക്കോട്ടോടിഞ്ഞ എക്സ്പ്രഷൻ കണ്ട് വീഡിയോ കണ്ട ഞങ്ങൾ പേടിച്ചു. ഇങ്ങനെ പിടിച്ചിട്ട് 1 മണിക്കൂർ സമയമാണ് നിൽക്കണേ. എന്തിട്ടാണ് അവൻ ചോദിച്ചാൽ അയ്യോ എന്ന് പറഞ്ഞിട്ട്. അടുത്തത് ഷാസ്.co ഷാസ്.com ബൈ ഷഹാദിയ. നിങ്ങളുടെ വീഡിയോ കാണുന്നത് ഇഷ്ടമല്ല. കാരണം ഇത് കണ്ടു തുടങ്ങിയാൽ പിന്നെ ഈ എപ്പിസോഡ് മാത്രമല്ല, സമയമില്ലാത്തടത്ത് മുമ്പത്തെ എപ്പിസോഡ് എടുത്ത് കാണും. തേങ്ങ എന്ന് ഞാൻ പറഞ്ഞതാട്ടാ. കേട്ടിരിക്കാൻ തോന്നുന്ന സംസാരവും കാണാൻ ഭംഗിയുള്ള കാഴ്ചകളും ബോറടിപ്പിക്കാത്ത അവതരണവും. ഇതിൽ കൂടുതൽ എന്താ വേണ്ടത് നിങ്ങളുടെ വീഡിയോയിൽ മുഴുകിയിരിക്കാൻ? സന്തോഷം. അതെ, ഞാൻ ഫസ്റ്റത്തെ വാചകം വായിച്ചപ്പോൾ പെട്ടെന്ന് ഞെട്ടി, ബാക്കിയുള്ള വായിച്ചപ്പോൾ സമാധാനമായി. അടുത്ത് പ്രേമ ശശി മേനോൻ. ഗുഡ് മോർണിംഗ്. വിളവെടുപ്പ് നന്നായി, ആവശ്യത്തിന് കിട്ടുന്നുണ്ടല്ലോ, അത് മതി. നെറ്റ് കെട്ടുന്നത് ആണ് നല്ലത്. ട്രീ ഹൗസ് പെട്ടെന്ന് ശരിയാകട്ടെ. ഓൾ ദ ബെസ്റ്റ്. ട്രീ ഹൗസിന്റെ ആള് വന്നിട്ട് അളവെടുത്ത് പോയിട്ടുണ്ട്. അതിന്റെ കണക്ക് കിട്ടുമ്പോൾ അറിയാം കാശ് എത്രയാവുന്നു. പൈസ ഒരു ഏകദേശം പറയാനേ പറ്റുള്ളൂ എന്ന് പറഞ്ഞു. ഫുള്ളായിട്ട് പറയാൻ പറ്റില്ല, പിന്നെ പണിത് വരുമ്പോൾ നമുക്ക് അറിയുള്ളൂ എന്ന് പറഞ്ഞു. അടുത്തത് ഡോണാസ് വേൾഡ്. അജുവേട്ട, സരിത പറഞ്ഞ ഐഡിയ ആണ് നല്ലത് എന്നാണ് എൻ്റെ അഭിപ്രായം. കാണാനും ഭംഗിയുള്ളത് സരിത പറഞ്ഞ ഐഡിയ ആണ്. പിന്നെ കട്ട കെട്ടി പ്ലാസ്റ്റർ ചെയ്ത് പിന്നെ പെയിന്റ് അടിച്ച് കഴിയുമ്പോൾ ജയിൽ മതിൽ പോലെയാവും. അതിനേക്കാളും നല്ലത് സ്ക്വയർ പൈപ്പും മെഷും വെച്ച് ഫെൻസിങ് ചെയ്താൽ നല്ല ഭംഗിയുണ്ടാവും. അപ്പുറത്തേക്കുള്ള നിങ്ങളുടെ കാഴ്ചയ്ക്ക് തടസ്സങ്ങൾ ഉണ്ടാവില്ല. ഇപ്പോൾ കാണുന്ന പോലെ തന്നെ ഉണ്ടാവും. പക്ഷെ ചാർലി ചാടുകയും ഇല്ല. പിന്നെ കാറ്റ്സ് ക്ലോ ചെടി വളർത്തിയാൽ പാമ്പൊന്നും വരുന്നതായി കാണുന്നില്ല. പിന്നെ പാമ്പ് തുറസായ സ്ഥലത്തും വരും, എല്ലായിടത്തും വരും.
അതിൻ്റെ ആഹാരം എവിടെ കിട്ടുന്നുവോ അവിടെയൊക്കെ വരും. പിന്നെ ഈ ചെടി വളർത്തുമ്പോൾ ശ്രദ്ധിക്കേണ്ടത് അതിനെ യഥേഷ്ടം വളരാൻ അനുവദിക്കാതെ നമ്മൾ വരയ്ക്കുന്ന വരയിലൂടെ വളർത്തുക. ഞാൻ ഉദ്ദേശിച്ചത് ചെടിയുടെ ചുവട് മാത്രം തറയിൽ നിർത്തിയിട്ട് മതിലിൻ്റെ തറയിൽ നിന്നും കുറച്ചു ഉയരത്തിൽ തറയിലേക്ക് വരാതെ ക്രോപ്പ് ചെയ്ത് വളർത്തണം. ഈ ചെടി നന്നായിട്ട് വളർന്നു വരും. മരങ്ങളിലൊക്കെ കയറിയാൽ ആ മരം ഉണങ്ങിപ്പോകും. പിന്നെ കൈക്കോട്ട് ഒടിഞ്ഞപ്പോൾ അത് എടുത്ത് പിടിച്ചിട്ട് അജുവേട്ടൻ്റെ ഒരു നിൽപ്പ്. എത്രയും പെട്ടെന്ന് ഫെൻസിങ് വർക്കൊക്കെ തീർത്ത് ഞാൻ കാത്തിരിക്കുന്നു. കുറച്ച് കൂടി പോയോ എന്നൊരു സംശയം. കൂടിയിട്ടൊന്നുമില്ല. എല്ലാവരും നന്നായി എഴുതൂ അതന്നെ. അടുത്ത അംബിക മേനോൻ. ഡു യു ഹാവ് എ നെല്ലിക്ക ട്രീ? ഉണ്ടായിരുന്നു. ഫ്രണ്ടില് നമ്മുടെ ജോവിന്റെ വീടിന്റെ ഇടയ്ക്കലായിട്ട് ഉണ്ടായിരുന്നു. അത് ഉണങ്ങിപ്പോയില്ലേ? ഉണ്ടായില്ല. അതിങ്ങനെ നല്ല വലുപ്പത്തിൽ വലിയ മരമായിട്ട് അങ്ങനെ, പക്ഷെ ഒന്നും ഉണ്ടായില്ല. ഇഫ് നോട്ട്, വൈ ഡോണ്ട് യു പ്ലാന്റ് വൺ ഇൻ യുവർ ഓൺ പ്രോപ്പർട്ടി? ഓൾസോ ഹവ് ഇസ് ചെറിയേട്ടൻസ് ലെമൺ ട്രീ? അത് അടിപൊളിയായിട്ട് അവിടെ നിൽക്കുന്നുണ്ട്. ഇസ് ഇറ്റ് സ്റ്റിൽ പ്രൊഡ്യൂസിങ് ലെമൺസ് ത്രൂ ഔട്ട് ദ ഇയർ? എല്ലായ്പ്പോഴും ഉണ്ടാവും. പിന്നെ കുറെ അടിയിലത്തെ ചില്ലകളൊക്കെ ചെറിയേട്ടൻ വെട്ടിക്കളഞ്ഞു. നമ്മുടെ ചെറുനാരങ്ങ ഇഷ്ടം പോലെ ചെറിയാണ്ട് അവിടെ ഉണ്ടാകണ ഒരു ഇരട്ടി വലിപ്പുണ്ടായിരുന്നു. ഇന്നാള് ഒരു ചെറുനാരങ്ങ ഇവിടെ നിന്ന് കിട്ടിയതേ പഴുത്ത് വീഴുമ്പോൾ നമ്മൾ പറക്കുള്ളൂ, പൊട്ടിക്കാറില്ല. അത് വന്നേ പഴുത്ത് തന്നെ പഴുത്ത് വീഴും. അപ്പൊ ജഗ്ഗുവിന് എല്ലാ ദിവസവും രാവിലെ ഒരു ലെമൺ ടീ ആണ് കുടിച്ചിട്ടാണ് ആള് ട്യൂഷന് പോവുക. അപ്പോൾ നമുക്ക് അങ്ങനെ ആവശ്യത്തിനുള്ള ഇങ്ങനെ കിട്ടും. അത് വന്നു. അപ്പൊ ഇത് ഇത്രേശ്യം ഉണ്ടാവുള്ളൂ. ഇവിടെ ഒരെണ്ണം എത്ര ഉണ്ട്? അപ്പൊ ചേട്ടാ ഒരു ഓറഞ്ചിന്റെ അത്രയ്ക്ക് ഉണ്ട് ശരിക്കും. അതിനും നാള് ഇതിനൊക്കെ വളട്ട കൂട്ടത്തിൽ അതിന് വിട്ടിട്ടുണ്ടായിരുന്നു. അപ്പൊ അതാന്ന് തോന്നുന്നുണ്ട്. അടുത്തത് മുജീന്ത്. എനിക്ക് തോന്നുന്നത് ഇത് മധുരക്കിഴങ്ങിന് പറ്റിയ മണ്ണല്ല. മധുരക്കിഴങ്ങ് നടന്നത് ഞാൻ കണ്ടിരിക്കുന്നത് നല്ല പൊടിമണ്ണിലാണ് എന്ന് തോന്നുന്നു. ചെറുപ്പത്തിൽ കണ്ടതായിട്ടുള്ളൊരു ഓർമ്മ. എൻ്റെ ചെറുപ്പത്തിൽ ഉമ്മ വീട്ടിലെല്ലാം ഇതുപോലെ കൃഷി ചെയ്തിരുന്നു. ഇപ്പൊ ഇത് കാണുമ്പോഴൊക്കെ പഴയ കാലങ്ങൾ ഓർമ്മ വരുന്നു. ഇല്ല, ഇത് ഇപ്പോൾ ഇത് കാണുമ്പോഴൊക്കെ പഴയ കാലങ്ങൾ ഓർമ്മയിൽ വരുന്നു. ഞാൻ ജനിച്ചു വളർന്ന ഒരു കാർഷിക കുടുംബത്തിലായിരുന്നു. എൻ്റെയൊക്കെ ചെറുപ്പകാലത്ത് ഈ പാടത്തെ നെല്ല് കൊയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പിന്നെ വേനൽക്കാലാവല്ലേ, വേനൽക്കാലാവണ ടൈമിൽ അവിടെ ഈ കണ്ടത്തിൽ തന്നെ തടം കോരിയിട്ട് മധുരക്കിഴങ്ങ് നടും. ഇത് പിന്നെ എന്നിട്ട് കുറച്ച് നാൾ കഴിയുമ്പോൾ അത് പറക്കുന്ന ടൈം ഇഷ്ടം പോലെ കിട്ടും മധുരക്കിഴങ്ങ്. ഇഷ്ടം പോലെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇതുപോലെ നല്ല ഒരു കടയിൽ നിന്ന് തന്നെ ഒരു 2 കിലോ 3 കിലോ കിട്ടും. അത്രയ്ക്കധികം കിട്ടും. നമ്മുടെ മണ്ണ് അനുയോജ്യമാണ്. പക്ഷേ ഇപ്പോഴത്തെ എന്താണെന്ന് ഈ പറമ്പ് 2005 ഇവർ വാങ്ങിച്ചത് ചേട്ടന്മാര്. ഇപ്പം നമ്മളിപ്പോൾ കൃഷി ചെയ്യണില്ലേ, സജീവൻ്റെ ഒരു കഷ്ണം. അത് സജീവൻ ചെറിയേട്ടനും സജീവൻ ചെറിയേട്ടൻ ഷാൻചേട്ടൻ 3 പേരും കൂടിയിട്ട് 48 സെന്റ് സ്ഥലം 2005 വാങ്ങിയിട്ടുള്ളതാ. അപ്പം ആ പറമ്പ് അങ്ങനെ കിടന്നു, കുറേ കാലം അങ്ങനെ കിടക്കുകയായിരുന്നു. അപ്പം നമ്മുടെ അമ്മയാണ് മോഹനേട്ടനെ കൊണ്ട് അതിൽ ഓരോ വാഴ വെക്കല് അങ്ങനെ ഓരോന്ന് അമ്മ ചെയ്തു കൊടുന്നു ആ പറമ്പിൽ ഇങ്ങനെ. അപ്പോൾ അതിൽ തന്നെ ഈ മധുരക്കിഴങ്ങ് നിറച്ച് അവിടെ ഇവിടെയൊക്കെ കിടക്കുന്നു വന്നിട്ട് അങ്ങനെ എപ്പോഴും ഉണ്ടാവും. അപ്പം അമ്മ ഈ മോഹനേട്ടനെ കൊണ്ട് കളപ്പിക്കുമ്പോൾ ഈ മധുരക്കിഴങ്ങ് ഇത് തടം കോരാനും എന്താ പറയാ വാഴയ്ക്ക് ഇത് കൂട്ടാനൊക്കെ ഇങ്ങനെ ചെത്തി കൂട്ടുമ്പോഴൊക്കെ ഇതിങ്ങനെ വള്ളി പോയോടത്തൊക്കെ കിട്ടും. ആ കിട്ടണം അമ്മ എനിക്ക് കൊണ്ടുവന്നു തരും. കാരണം എനിക്ക് മധുരക്കിഴങ്ങ് പുഴുങ്ങിയത് ഭയങ്കര ഇഷ്ടം അമ്മയ്ക്ക് അറിയാം. അപ്പം നമ്മുടെ അമ്മ അത് എനിക്ക് കൊണ്ടുവന്നേരാറുണ്ട്. ഇങ്ങട് അതായത് ഇവിടെ നിന്ന് കിട്ടിയതാ മോളെ എന്ന് പറഞ്ഞിട്ട് കൊണ്ടുവന്നേരും. അങ്ങനെ അതിന്റെ തലമുറകളാണ് ഇപ്പൊ ഇവിടെ ഉള്ളത്. വീണ്ടും 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 ഉണ്ടായിട്ട്. അടുത്തത് ഇന്ദിര കെയർ. സരിത വീഡിയോയിൽ പറഞ്ഞതിന്റെ ബാക്കിയായി പറയട്ടെ. പണം മനുഷ്യനെ തമ്മിൽ അടിപ്പിക്കുകയും ചെയ്യും എന്ന് കേട്ടിട്ടുണ്ട്. എന്തായാലും ഇന്നത്തെയും വീഡിയോ സൂപ്പർ. മതിലിന് ഉയരം കൂട്ടാൻ സരിത പറഞ്ഞ ഐഡിയയാണ് നന്നാവുക. അതൊരു കഥ പറഞ്ഞല്ലോ ലാസ്റ്റ്. പണം കൊടുത്ത് അവരെ ഒഴിവാക്കിയത്. ഒരു മോശപ്പേരും കിട്ടാണ്ട് അതിനെ കുറിച്ചിട്ട്. അടുത്തത് സുബീന VB. ഉള്ളിലേഹ്യം ഓർഡർ ചെയ്തിട്ടുണ്ട്. ഇതുപോലെ തന്നെ എല്ലാവർക്കും ഉപയോഗിക്കാവുന്ന തരത്തിലുള്ള മില്ലറ്റ് പൗഡർ, മില്ലറ്റ് ബ്രേക്ക്ഫാസ്റ്റ് എളുപ്പത്തിൽ ഉണ്ടാക്കാൻ പറ്റുന്ന തരത്തിലുള്ള ഒരു പ്രോഡക്റ്റ് ചെയ്താൽ നന്നായിരിക്കുമെന്ന് തോന്നി. അത് ഡോക്ടറുടെ അവിടെ മിൽ നട്ട്സ് എന്ന് പറഞ്ഞിട്ടൊരു പ്രോഡക്റ്റ് ഉണ്ട് SBMന്റെ. അത് ഞാൻ ഇപ്പോൾ 2-3 ബോട്ടിലായി വാങ്ങിച്ച് ഉപയോഗിക്കണം. അത് ഈ വെയിറ്റ് കുറയ്ക്കണം, ഡയറ്റിംഗ് ഒക്കെ ചെയ്യുന്നവർക്ക് പറ്റിയൊരു സാധനം, രാവിലെ കഴിക്കാൻ പറ്റിയത്. അപ്പോൾ ഞാൻ രാവിലെ എന്താ പറയുക, ഒരു ദിവസം ഓട്സ് കൊണ്ടാണെങ്കിൽ പിറ്റേ ദിവസം ഈ മിൽ നട്ട്സ് അതുകൊണ്ടായിരിക്കും വെക്കുക. അപ്പോൾ ഡോക്ടർ ഈ മിൽ നട്ട്സ് ഇറക്കിയപ്പോഴേ നമ്മുടെ അടുത്ത് പറഞ്ഞിരുന്നു അജൂസ് വേൾഡിൻ്റെ പേരിൽ ഈ മിൽ നട്ട്സ് എന്ന് പറഞ്ഞ പ്രോഡക്റ്റ് ഇറക്കിക്കോളാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു. SBMന്റെ പേരിലും ഇറങ്ങും, നമ്മുടെ പേരിലും ഇറങ്ങും. പിന്നെ അത് ഡോക്ടറോട് പറഞ്ഞു, വേണ്ട അത് ഡോക്ടറുടെ പ്രോഡക്റ്റ് അല്ലേ, നമ്മുടെ പേരിൽ ഇറക്കണ്ട, അത് ഡോക്ടറുടെ പേരിൽ തന്നെ SBMന്റെ പേരിൽ തന്നെ മതി എന്ന് പറഞ്ഞു. നമ്മൾ വേണമെങ്കിൽ ഇറക്കാട്ടാ, അത് ലേബിൾ മാറ്റണം എന്നുള്ള പ്രോഡക്റ്റ് സെയിം. മില്ലറ്റും
മില്ലറ്റ് വറുത്ത് പൊടിച്ചതും നട്ട്സ്, കാഷ്നട്ട്, ബദാം അങ്ങനെയുള്ള നട്ട്സുകളൊക്കെ പൊടിച്ചതും കൂടി ചേർത്തിട്ടുള്ളൊരു പൊടിയാണത്. അടുത്തത് അശോക് വേൾഡ്. ചാർലിയും ഇമ്രാനെയും രാത്രി അയച്ചു വിടുമ്പോൾ ഇതുപോലെ പുറത്തു പോയി വരുന്നുണ്ടായിരിക്കും, ഒന്ന് ശ്രദ്ധിക്കുന്നത് നന്നായിരിക്കും ചേച്ചി ചേട്ടൻ. രാത്രി പോയി വരണത് നമ്മൾ അറിയില്ലല്ലോ അല്ലേ? ഇപ്പൊ പറ്റില്ല, ഇപ്പൊ പോണ വഴികളൊക്കെ അടച്ചു ചേട്ടൻ. അടുത്തത് സതീശൻ. സത്യം അജു ഇന്ന് എക്സ്പ്രഷൻ കുറച്ച് കൂടുതലാണ്. മൺവെട്ടി വെൽഡിങ് പോയപ്പോ തലയിൽ കൈവച്ച് നിന്ന നിൽപ്പ്. അടുത്തത് ആൻസ്. ഹായ് ഹലോ അജു, സരിത, ജഗ്ഗുമോൻ. സരിത പറഞ്ഞതുപോലെ നെറ്റ് കെട്ടി കാറ്റ്സ് ക്ലോ പടർത്തുന്നത് ആണ് ബെസ്റ്റ് ഐഡിയ. ബെറ്റർ ടു ഗെറ്റ് ഇറ്റ് ഡൺ at the earliest, otherwise Charlie and Imran will definitely try to jump out again. There are people who will try to kill them or make it a very big issue by giving a complaint against the owner. Waiting to see all the work surrounding the home premises completed successfully. Love you all, God bless. ശരിയാണല്ലേ? അവറ്റോള് പുറത്തു പോയിട്ട് എന്തെങ്കിലും ഒപ്പിച്ചാൽ കഴിഞ്ഞില്ലേ കാര്യം, നമുക്കെതിരെയാണ് പരാതി വരാ. നന്ദന വി എസ്. ഹായ് അജു ചേട്ടാ, സരിതയുടെ ഐഡിയ ആണ് നല്ലതെന്ന് എനിക്ക് തോന്നുന്നു. പിന്നെ പ്ലാവിൻ തൈ എത്ര നാൾ കഴിയുമ്പോഴാണ് കായ്ക്കുന്നത്? ഈ പ്ലാവിൻ തൈ J33 വിയറ്റ്നാമേരിലൊക്കെ 1.5 കൊല്ലമായപ്പോഴേക്കും നമുക്ക് ചക്ക കിട്ടി. ഇത് 3 കൊല്ലം പിടിക്കുന്ന പറഞ്ഞ J33. പക്ഷെ ഇതിന്റെ സൂക്ഷിപ്പ് കാലല്ലേ, ചക്ക പഴുത്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ 5 ദിവസം 6 ദിവസം വരെ ഇരിക്കുന്നു. കുഴപ്പമില്ല. പിന്നെ ടേസ്റ്റും കൂടുതലാണ്. അതെ, വിയറ്റ്നാമേറിലല്ല ടേസ്റ്റ് കൂടുതൽ. J33 ആണ് കൂടുതൽ ടേസ്റ്റ് മനോരമ കർഷകശ്രീയില് കണ്ടത്. അതെ. അടുത്തത് വൈജയന്തി മനോഹരൻ. എല്ലാം നല്ലതിന്. ട്രീ ഹൗസ് ഇതുവരെ പണിയാത്തതും നല്ലതിന്, ഇനിയിപ്പോൾ എടുത്ത തീരുമാനവും നല്ലതിന്, വരാൻ പോകുന്ന സൗഭാഗ്യത്തിന് മുന്നോടിയാണ് ഇതെല്ലാം. അടുത്തത് പ്രമീള ദേവദാസൻ. നമസ്കാരം അജുവേട്ട, സരിത, ജഗ്ഗു. ഈ അജുവേട്ടൻ ആളെ പേടിപ്പിച്ചു. ഞാൻ വിചാരിച്ചു കൈക്കോട്ട് തലയിൽ തട്ടിയെന്ന്. സരിതയുടെ ഐഡിയ സൂപ്പറാണ്. അടുത്തത് അരുൺ ആരു. നെറ്റ് അടിച്ചാൽ വെള്ളം വീണ് തുരുമ്പിടിച്ച് നശിക്കും, കട്ട കെട്ടിയാൽ ലൈഫ് ടൈം നിൽക്കില്ലേ സരിത ചേച്ചിയെ എന്ന് പറഞ്ഞിരിക്കുന്നു. അടുത്തത് നെവിൻ ഫെർണാണ്ടസ്. സരിത പറഞ്ഞ പോലെ ചെയ്താൽ മതി, അതാണ് ഭംഗി. മതിലിന്റെ അപ്പുറത്ത് മതിലിന് പുറത്ത് നെറ്റ് ചെയ്യുമ്പോൾ അതിന് കറുത്ത പെയിന്റ് അടിക്കണം കേട്ടോ. ട്രീ ഹൗസിന്റെ ഇപ്പോൾ പറഞ്ഞ ഐഡിയ കേട്ടിട്ട് ട്രീ ഹൗസ് എന്നുള്ള ഐഡിയ മാറ്റി ഒരു ഓപ്പൺ എലിവേറ്റഡ് പ്ലാറ്റ്ഫോം ആണ് പുള്ളി ഉദ്ദേശിക്കുന്നത്. ഇല്ല, അതാ ആളല്ല, ഞങ്ങൾ മുന്നേ അത് പറഞ്ഞിട്ടിരിക്കുന്നു. അതായത് റൂം, ബാത്റൂം, ബാൽക്കണി അങ്ങനത്തെ ഐഡിയകളൊക്കെ നമുക്ക് വിടാം. അത് നടക്കില്ല. അത് തുരുമ്പ് പിടിച്ച് പോവുള്ളൂ അവിടെ കിടന്ന്. അതിനേക്കാളും പേര് എന്തായാലും ഇത്ര പൈസ ചെലവഴിച്ച സ്ഥിതിക്ക് നമുക്ക് ജസ്റ്റ് ഒന്ന് കയറിയിരിക്കാനുള്ള ഒരു പരുവത്തിലാക്കാമെന്ന് ഞങ്ങൾ വിചാരിച്ചിട്ടുണ്ടായിരുന്നു. ചുറ്റും ഹാൻഡ് റെയിൽ കൊടുക്കുക, ഒരു പ്ലാറ്റ്ഫോം നടക്കാനായിട്ട് വി ബോർഡ് ഇട്ട് കൊടുക്കുക, ഒരു കോണിങ്. ഇത് നമുക്ക് അവസാനിപ്പിക്കാം. പിന്നെ നമുക്ക് പയ്യെ അതിന്റെ മേലേക്ക് മേൽക്കൂരൊക്കെ അടിച്ച് പതുക്കെ അത് ചെയ്യാം. മേൽക്കൂര മാത്രം അടിച്ചിടാം. പിന്നെ റൂം തിരിക്കണമെങ്കിലൊക്കെ പിന്നീട് വേണമെങ്കിൽ ചെയ്യാം, വേണ്ടെങ്കിൽ വേണ്ട. അങ്ങനെയൊക്കെ ഞങ്ങൾ വിചാരിച്ചിരുന്നു. ഞങ്ങൾ ഈ കാര്യം സുമേഷിനോടും പറഞ്ഞിട്ടുണ്ട്. അപ്പൊ സുമേഷും അങ്ങനെ ചെയ്യാന്നൊക്കെ പറഞ്ഞു. പക്ഷെ സുമേഷിന് നേരില്ല, വിളിച്ചിട്ട് കിട്ടണില്ല ആളെ. അപ്പോൾ ഓപ്പൺ എലിവേറ്റഡ് പ്ലാറ്റ്ഫോം ആണ് പുള്ളി ഉദ്ദേശിക്കുന്നത്. മഴയില്ലാത്ത സമയത്തേക്ക് ഇതൊരു നല്ല ഐഡിയ ആണ്. മഴ സമയത്ത് വലിച്ചു കെട്ടാവുന്ന തരത്തിലൊരു മേൽക്കൂര കൂടി അതിന് ഡിസൈൻ ചെയ്താൽ നല്ലതായിരിക്കും. അതായത് ആവശ്യമുള്ളപ്പോൾ നമുക്ക് അറ്റാച്ച് ചെയ്യാനോ അല്ലാത്തപ്പോൾ ഡിറ്റാച്ച് ചെയ്ത് മാറ്റി വയ്ക്കാനും പറ്റുന്ന തരത്തിലുള്ള ഒരു ഐഡിയ. അതെന്നിട്ടാ ടാർപ്പായ വലിച്ചു കെട്ട അത് മോളിന്ന് ഇങ്ങനെ സൈഡ് ചേർച്ച് അങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ കാറ്റടിയിൽ ഉള്ളൊക്കെ നനയൂല്ലേ. അങ്ങനത്തെ ഒരു ഐഡിയ കൂടി, അതിനെ പറ്റി ഒരു ഡിസൈനും കൂടെ ചെയ്യാൻ പറയൂ. എന്തായാലും മധുരക്കിഴങ്ങ് ദൈവങ്ങൾ തീരെ നിരാശപ്പെടുത്തിയില്ല. ഒപ്പം കൂർക്ക ദൈവങ്ങളും ആവശ്യത്തിനുള്ളത് തന്നിട്ടുണ്ട്. എല്ലാം ദൈവാനുഗ്രഹം. അടുത്ത് വിൻഡിയുടെ കാറ്റ്സ് ക്ലോ വൈൻ ഭയങ്കര കോമൺ പ്ലാന്റ് ആയി പോയി. കണ്ടു മടുത്തു. ബെറ്റർ വൺ ഈസ് മെക്സിക്കൻ കോറൽ വൈൻ. ഇനി ഇതും വല്ല അധിനിവേശ സസ്യമാണാവോ മെക്സിക്കൽ കോറൽ വൈൻ. ഞാനിത് കമൻറ്റ് വായിച്ചപ്പോൾ ഗൂഗിളിൽ നിന്ന് നോക്കിയപ്പോൾ നല്ല ഭംഗിയുണ്ട് ഇതിൻ്റെ പൂക്കൾ കാണാൻ. അന്തരീക്ഷ മലിനീകരണം ഒക്കെ മാറ്റി എയർ ശുദ്ധീകരിക്കും ഈ ചെടി. പിന്നെ ഹണി ബീസ് വരും, നിറച്ചു പൂവണതും പിങ്ക് പൂവ്, നല്ല ഭംഗിയാ കാണാൻ. മതിലിന്റെ ഒരു മൂലയ്ക്ക് ഒരു തേനീച്ചക്കൂടും വെക്കാമല്ലോ. അപ്പൊ മെക്സിക്കൽ കോറൽ ഇപ്പൊ ഇവിടെ നിറച്ച് ചിത്രശലഭങ്ങളും തേനീച്ചകളൊക്കെ അപ്പൊ അങ്ങനെ. അപ്പൊ മെക്സിക്കൽ കോറൽ വൈൻ നോട്ട് ചെയ്ത് വെച്ചോട്ടാ. അടുത്ത സുഹറ ACS. ഹലോ നമസ്കാരം അജുവേട്ടൻ, എൻ്റെ സരിത ജഗ്ഗുവിൻ്റെ പനി സുഖമായോ? ഇല്ല, ഇന്നും സ്കൂളിൽ പോയിട്ടില്ല.
അവന് ക്ഷീണം, ഭയങ്കര ക്ഷീണം. പനി മാറി, നീരുവീഴ്ചയാണുള്ളത്. പിന്നെ വേലി സരിത പറഞ്ഞ പോലെ ചെയ്താൽ മതി, നല്ല ഐഡിയ. പിന്നെ വിളവെടുപ്പ് അജുവേട്ടൻ പറഞ്ഞ പോലെ നമ്മൾ ചെറിയ കുടുംബമല്ലേ, ഇത്രയൊക്കെ മതി, അധികമായാൽ അമൃതും വിഷമല്ലേ. പിന്നെ വെണ്ടയ്ക്ക വിളവെടുപ്പ് സൂപ്പർ, പിന്നെ കഥ നന്നായിട്ടുണ്ട്. അടുത്തത് അജിത ഷാജു, ഗുഡ് മോർണിംഗ് ഡിയേഴ്സ്. ഗുഡ് മോർണിംഗ്. നെറ്റ് തന്നെ മതി, സരിതയുടെ ഐഡിയ തന്നെയാണ്, സേഫ്റ്റിയായി ഭംഗി ഉണ്ടാകും. ഈ അജുചേട്ട പേടിപ്പിച്ചുല്ലോ, തലയിൽ തട്ടി എന്ന് കരുതി കൈക്കോട്ട് പൊട്ടി എന്ന് പറഞ്ഞാൽ പോരെ, ചിരിപ്പിക്കാൻ മാത്രമല്ല പേടിപ്പിക്കാനും അറിയാമെന്ന് തെളിയിച്ചു. ഇനിയും സൂപ്പറാകട്ടെ വീടും പരിസരവും. അടുത്തത് ഷെറിൻ ബിജു, സരിത അന്ന് കവറിൽ വെച്ച ചെടി തളിര് വന്നോ, അതിനെ കുറിച്ചൊന്നും പറഞ്ഞില്ലല്ലോ, ഞാൻ കേൾക്കാത്തതാണോ? നീ കാണിച്ചു തരണ്ടേ? കുറച്ചൊക്കെ ഉണങ്ങിപ്പോയി, കുറച്ചൊക്കെ കൂമ്പെടുത്തിട്ട് നല്ല ഇതിൽ നിൽക്കുന്നുണ്ട്. ഇങ്ങോട്ട് വരുമ്പോഴാണല്ലോ കാണണേ, അപ്പോഴാണ് ഓർത്തിട്ട് നനയ്ക്കണത്. പിന്നെ എന്തുട്ടാന്ന് വെച്ചാ അതിനി കാണിച്ചു തരണ്ടേ. അടുത്തത് ദിവ്യ, സ്കൈ ബ്ലൂ ക്ലസ്റ്റർ വൈൻ, അതാണ് കൂടുതൽ നല്ലത്. ഇത് വേറൊരു ചെടിയും കൂടി, സ്കൈ ബ്ലൂ ക്ലസ്റ്റർ വൈൻ. ഇതും ഞാൻ നോക്കിയപ്പോ എന്തൊരു ഭംഗിയാ, വയലറ്റ് നീല പൂക്കള് നിറച്ച്. ഇതിലെപ്പോഴും ഫ്ലവർ ഉണ്ടാവുന്നു. മറ്റേ കാറ്റ്സ് ക്ലോയില് ഇടയ്ക്ക് ഒരു സീസണിൽ മാത്രമാണ് ഈ മഞ്ഞപ്പൂ ഉണ്ടാവുള്ളൂ. മറ്റേത് സീസണൽ അല്ലേന്ന് കാറ്റ്സ് ക്ലോ ഇത് കാറ്റ്സ് ക്ലോ സീസണലാണ്. ഇത് സ്കൈ ബ്ലൂ ക്ലസ്റ്റർ വൈൻ, രണ്ടും വയ്ക്കാം നമുക്ക്. അടുത്ത് രാഗിണി ദേവി MR, സരിത ഇന്ന് കണ്ടപ്പോൾ പട്ടിണി കിടന്ന് ശരീരം ഉണങ്ങിയതുപോലെയുണ്ട്. അജുവിനെ കണ്ടില്ലേ, നല്ലപോലെ ഭക്ഷണം കഴിക്കുകയും അധ്വാനിക്കുകയും ചെയ്യുന്നുണ്ട്, അതുകൊണ്ട് പാകത്തിനുള്ള വണ്ണമാണ് ഉള്ളത്. ആ വീഡിയോയിൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കുറച്ച് ദിവസം മുന്നെടുത്ത വീഡിയോ ആണ്. എന്താ പറയുക, ഡയറ്റിനെ കുറിച്ചിട്ട് പറയണത് കൊണ്ടാണെന്ന് തോന്നുന്നു എല്ലാവർക്കും അങ്ങനെ തോന്നിയത്. ഞാൻ ക്ഷീണിച്ചു, പട്ടിണി കിടന്ന് ശരീരം ഉണങ്ങി എന്നാ പറയണേ. ഒരിക്കലും ഞാൻ അങ്ങനെ ശരീരം വണ്ണം കുറയ്ക്കാൻ വേണ്ടിയിട്ടോ ഒന്നിനും പട്ടിണി എടുക്കല്ല. ഞാനൊരു 49-50 കിലോയിൽ നിൽക്കുന്നുണ്ട്. അയ്യോ, ആ വെയിറ്റ് നോക്കണത് എടുത്തോണം നീ ഇപ്പം കാണിച്ചു തന്നെ. അപ്പോൾ കാലത്ത് എണീറ്റ് അപ്പം തന്നെ 49, 200, 49, 500 അങ്ങനെയൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞ് ഭക്ഷണമൊക്കെ കഴിക്കില്ലോ, ഭക്ഷണം കഴിച്ച് കഴിയുമ്പോൾ അതൊരു 50, 250, 50, 500 ഒക്കെ ആയിട്ട് ഇങ്ങനെ നിൽക്കും അങ്ങനെ. അപ്പോൾ പട്ടിണി കിടന്ന് അല്ല, അത് അങ്ങനത്തെ വീഡിയോ കാരണം പറയുമ്പോ തോന്നിക്കുന്നതാണ്. പിന്നെ അതേപോലെ പിന്നെ ഈ ഒരു ഇതിൽ തന്നെയാണ് കുറേ നാളായിട്ട് നിൽക്കണേ. പിന്നെ ഒരു ക്ഷീണം പോലെ തോന്നുന്നത് എനിക്ക് ഇപ്പോഴത്തെ വീഡിയോകളിൽ തോന്നാറുണ്ട്. എൻ്റെ മുഖം കാണുമ്പോൾ ക്ഷീണം. അതെന്താ വെച്ചാൽ എൻ്റെ മുടിയുടെയാണ്. ഈ മുടി ഇങ്ങനെ ഈ ചപ്പറത്തലയിട്ടിരിക്കണത് കൊണ്ട് ഇതിനി ഒന്നും ചെയ്യാനും പറ്റില്ലല്ലോ. പകുതി മുടി ഈ മറ്റേ എൻ്റെ ഒറിജിനൽ വേവി ആയിട്ടുള്ള ഹെയറും അവിടെ നിന്ന് അങ്ങോട്ട് മറ്റേ ട്രീറ്റ്മെൻറ്റ് ചെയ്തിട്ടുള്ള കോലമുടിയായിട്ട് കിടക്കണ കാരണം കൊണ്ട് ഒന്നും ചെയ്യാൻ പറ്റില്ല. ഇനി കുറച്ച് നാൾ ക്ഷമിക്കണം, ഈ മുടി എൻ്റെ മൊത്തത്തിൽ പഴയ മുടി ആവണ വരെ. അതായി കഴിഞ്ഞപ്പോൾ എനിക്ക് എണ്ണയൊക്കെ പരട്ടി സാധാരണ പോലെ മുടിയൊക്കെ കെട്ടാൻ പറ്റും. സാധാരണ പോലെ എന്ന് പറഞ്ഞാൽ എൻ്റെ പണ്ടത്തെ ഹെയർ സ്റ്റൈലിലേക്ക് തന്നെ പോവും അങ്ങനെ. പിന്നെന്തുട്ടാ അടുത്തത് നിഷ കെ, അജു സരിത ജഗു, ഗുഡ് മോർണിംഗ്. ഐ എം സോ ഹാപ്പി ടു സീ യുവർ വീഡിയോസ് ആൻഡ് ടുഡേസ് വീഡിയോ മേഡ് മീ ഡബിൾ ഹാപ്പി. കാരണം വിനീത എൻ്റെ സ്റ്റുഡൻ്റ് ആണ്, ഞാൻ സ്കൂളിൽ പഠിപ്പിച്ചിട്ടുണ്ട്. ഒരു ടീച്ചറുടെ സ്വകാര്യ അഹങ്കാരമാണ് പഠിപ്പിച്ച കുഞ്ഞുങ്ങളുടെ വളർച്ച. വളരെ ആകസ്മികമായി വിനീതയെ വീഡിയോയിൽ കണ്ടപ്പോൾ ഒരുപാട് സന്തോഷവും അഭിമാനവും തോന്നി. അതിന് അജൂസ് വേൾഡിന് പ്രത്യേകമായി അഭിനന്ദിക്കുകയും നന്ദി അറിയിക്കുകയും ചെയ്യുന്നു. അജൂസ് വേൾഡും നിങ്ങളുടെ സംരംഭങ്ങളും ഒരുപാട് ഉയരങ്ങളിൽ എത്തട്ടെ എന്ന് ആശംസിക്കുന്നു. അടുത്തത് തോമസ് മംഗലം, നമസ്കാരമുണ്ട്. എന്ത് ഡയറ്റ്? ആക്ച്വലി എനിക്കിതിനോട് ഒട്ടും താല്പര്യമില്ല. ആക്ച്വലി ഞാൻ അജുവിൻ്റെ കൂടെയാണ്. അജു ആക്ച്വലി ഓരോ ഭക്ഷണവും എന്ത് എൻജോയ് ചെയ്താണ് ആക്ച്വലി കഴിക്കുന്നത്. ആവശ്യത്തിന്, അതായത് ഈ പെൺകുട്ടി ഇടയ്ക്കിടയ്ക്ക് ആക്ച്വലി ഇങ്ങനെ പറയുന്നുണ്ട് സംസാരത്തിൽ. അതിനെ കളിയാക്കിയിട്ടാൻ തോന്നുന്നുണ്ട് ഈ മനുഷ്യനെ കമന്റ് ഇട്ടിട്ടാണ്. ആവശ്യത്തിന് ദേഹം അനങ്ങി പണിയെടുക്കുന്നുമുണ്ട്. പിന്നെ ആക്ച്വലി യാതൊരു കുനിഷ്ടും കുന്നായ്മയും പരദൂഷണവും ഒന്നുമില്ല. മനസ്സും ശരീരവും സ്വസ്ഥം. അജു ആക്ച്വലി കുട്ടികളെ പോലെയാണ്. ആക്ച്വലി ഇങ്ങനെയാണ് വേണ്ടതും. അല്ലാതെ സമയം നോക്കി ഡയറ്റ് മെനു ഉണ്ടാക്കി ഭക്ഷണത്തിൻ്റെ അളവ് തൂക്കി നോക്കി കലോറി നോക്കി ഇടയ്ക്കിടയ്ക്ക് ഡോക്ടറുടെ അടുത്ത് പോയി രക്തം, കഫം, മലം, മൂത്രം ഒക്കെ പരിശോധിച്ച് ഒരു സന്തോഷമില്ലാതെ ജീവിച്ചിട്ട് എന്ത് കാര്യം? ജീവിതം ഒന്നേ ഉള്ളൂ, തിന്നാ, കുടിക്കുക, ആഹ്ലാദിക്കൂ, അർമാദിക്കൂ. എപ്പം മരിക്കുന്നു മാറ്റാൻ പറ്റാത്ത വിധം അവിടെ ഇട്ടിട്ടുണ്ട്. കുറച്ചതിൽ കാര്യമുണ്ട്. ഇങ്ങനെ നമ്മൾ ഒറ്റ ഭക്ഷണം കഴിക്കാണ്ട്
അങ്ങനെ ജീവിക്കില്ലേ. ഇപ്പം മമ്മൂട്ടിയുടെയൊക്കെ ഡയറ്റും മമ്മൂട്ടിയുടെയൊക്കെ ഭക്ഷണശീലങ്ങളൊക്കെ കേട്ടിട്ടുണ്ട്. നമ്മൾ വിചാരിക്കും ഇത് എന്തിനാണ് ഇങ്ങനെ ജീവിക്കണേ, ഒന്നും കഴിക്കാൻ പറ്റാണ്ട് അല്ലേ. ഞങ്ങളങ്ങനെയൊന്നല്ല കേട്ടാ. നമ്മൾ കാലത്ത് ഇപ്പം ആ ഓട്സിൻ്റെ ഉപ്പുമാവൊക്കെ കുറച്ച് നാൾ തന്നെ കഴിച്ചിട്ടുള്ളത്. ഞാൻ നിർത്തി, ഞാൻ പറഞ്ഞില്ലേ കാലത്ത്. ഇപ്പം ഇന്ന് തക്കാളി കറിയായിരുന്നു എനിക്കിഷ്ടമുള്ളതാണ്. അപ്പം ഞാൻ ഇന്ന് ചോറുണ്ടു, ഇനി ഉച്ചയ്ക്കും ചോറുണ്ടു. രാത്രി എനിക്ക് വിശപ്പില്ല. ഞാൻ കരുതിക്കൂട്ടി വെയിറ്റ് കുറയ്ക്കാൻ വേണ്ടിയിട്ട് കഴിക്കാണ്ടിരിക്കണതല്ല. എന്തെങ്കിലുമൊക്കെ ഇപ്പം ചായരൊപ്പം വല്ലതൊക്കെ കഴിച്ചിട്ടുണ്ടാവാം, അല്ലെങ്കിൽ എനിക്ക് വിശപ്പ് തോന്നാത്തത് കൊണ്ട് കഴിക്കണില്ല. ഇങ്ങനെയുള്ളത് കൊണ്ട് എന്തൊരു ഗുണം എന്നറിയോ, നമുക്ക് ഇടയ്ക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു പൊറോട്ടയും ബീഫും കഴിക്കാൻ തോന്നി, അല്ലെങ്കിൽ നമുക്ക് മറ്റേ ചിക്കിങ് കഴിക്കാൻ തോന്നി, അല്ലെങ്കിൽ നമ്മുടെ ഷവർമ്മ കഴിക്കാൻ തോന്നി, നമുക്ക് ഒട്ടും അമാന്തിക്കണ്ട, പോയി വാങ്ങിച്ചിട്ട് കഴിക്കാം. നമ്മുടെ ശരീരത്തിന് കുഴപ്പമില്ല. കാരണം നമ്മൾ ബാക്കി ദിവസങ്ങളിൽ നമ്മുടെ ഭക്ഷണം കൺട്രോൾ ചെയ്ത് പോകുന്നതുകൊണ്ട് നമുക്ക് ഇടയ്ക്ക് നമുക്ക് ഇഷ്ടപ്പെട്ട ഈ ജങ്ക് ഫുഡ് കഴിക്കാൻ പറ്റും. അപ്പോൾ നമുക്ക് എല്ലാ തരം സാധനങ്ങളും കഴിക്കാം, ഫ്രൂട്ട്സ് കഴിക്കാം, എല്ലാതും കഴിക്കണ്ട. ഇറച്ചി, മീനാ, ഒരു സാധനങ്ങളും കഴിക്കാണ്ട് അയ്യോ എനിക്കിത് പറ്റില്ല എന്ന് പറഞ്ഞ് മാറ്റി നിർത്തല്ലേ. കുറച്ച് നാൾ ഷുഗർ കട്ട് ചെയ്തു. ഷുഗർ ഞങ്ങൾ രണ്ടുപേരും, ചേട്ടന് ഷുഗർ ഒന്ന് ടെസ്റ്റ് ചെയ്തപ്പോൾ ഇത്തിരി ബോർഡർ ലൈൻ കടന്നുണ്ടായിരുന്നല്ലോ. അപ്പോൾ ചേട്ടൻ മധുരമില്ലാണ്ട് കഴിക്കാൻ തുടങ്ങിയപ്പോൾ പിന്നെ നമ്മൾ വേണ്ടാന്ന് വെച്ചപ്പോഴേ എനിക്ക് ക്ഷീണം വരുന്നുണ്ട്. അതായത് ഭക്ഷണം കഴിക്കാറാവുമ്പോഴത്തേക്കും എനിക്ക് തളർന്നു പോണ പോലെ. അപ്പം എനിക്ക് മനസ്സിലായി എൻ്റെ ഷുഗർ ഭയങ്കരമായിട്ട് ലോ ആവുന്നുണ്ട്, അതുകൊണ്ടാണെന്ന്. അപ്പം എനിക്കങ്ങനെ ഷുഗർ കട്ട് ചെയ്യേണ്ട ആവശ്യമില്ല എൻ്റെ ശരീരത്തിന്. അപ്പം ഞാൻ രാവിലെ എന്താ പറയുക മധുരട്ട് കാപ്പി കുടിക്കാൻ തുടങ്ങി. അപ്പം ശരി ഇപ്പം ഞങ്ങൾ രണ്ടുപേരും, ഞാൻ ബൂസ്റ്റ് കുടിക്കും കാലത്ത്, എന്നിട്ട് ചേട്ടൻ കാപ്പി കുടിക്കും മധുരം ഇട്ടിട്ട്. അങ്ങനെ ഞങ്ങൾ പട്ടിണി എടുക്കാന്നാണോ നിങ്ങളുടെ വിചാരം? അങ്ങനെയൊന്നല്ല കേട്ടാ. സന്ധ്യ ബിജു, ഞാൻ പലപ്പോഴും ശ്രദ്ധിച്ചിട്ടുള്ളൊരു കാര്യം പറയാം. എത്ര നല്ല ഫുഡ് ഉണ്ടാക്കിയാലും സരിതയ്ക്ക് കൊതിയില്ല. അതിൽ നിന്ന് വളരെ കുറച്ച് കഴിക്കും. ഞാനൊക്കെ ആണെങ്കിൽ ഇഷ്ടമുള്ളത് കണ്ടാൽ അങ്ങ് കഴിക്കും. സരിത രാത്രി ഫുഡ് കഴിക്കില്ലെന്ന് കേട്ടപ്പോൾ അതിശയം തോന്നി. ഞാനൊക്കെ ഒരു നേരം കഴിച്ചില്ലെങ്കിൽ തളർന്നു പോകും. എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള ആഹാരം ചോറും മീൻകറിയുമാണ്. മക്കൾ എന്നെ കളിയാക്കും, എന്നും ചോറും മീൻകറിയും. അതന്നെ ചേട്ടൻ്റെ ടീമാ. എന്നും ചോറും മീൻകറിയും കഴിച്ചിട്ടും അതാണോ ഇഷ്ടം എന്ന് ചോദിക്കും. സരിത ഇനി വണ്ണം കുറയ്ക്കേണ്ട, കവിളൊട്ടും ഇപ്പോൾ കുഴപ്പമില്ല. മടുക്കാത്തൊരു സാധന ചോറും നല്ല മീൻ കൂട്ടാനും. ഒരു കാര്യം ഇതിൽ പറഞ്ഞത് ശരിയാണ്. ഞാൻ കുറേ കഴിക്കാറില്ലേ ഭക്ഷണം. പിന്നെ മുന്നെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എനിക്കിഷ്ടമുള്ള കറിയൊക്കെ ആണെങ്കിൽ ഞാൻ എന്താ പറയുക, കഴിച്ചിട്ട് മതിയായിട്ടില്ല, ഇത്തിരി കൂടി കഴിക്കണം അങ്ങനെയൊക്കെ തോന്നിയാലും ഞാൻ എടുത്ത് കഴിക്കും. എന്നിട്ട് ഇത്രയ്ക്കായിട്ട് വീർപ്പ് മുട്ടി നടക്കുമായിരുന്നു മുൻപ്. അന്നെന്ന് പറഞ്ഞാൽ നമുക്ക് വണ്ണം വയ്ക്കാൻ ആഗ്രഹിച്ച് നടക്കുന്ന സമയമാണ്. അപ്പം ഭക്ഷണത്തിൽ അധികം കഴിക്കണ ദിവസം മനസ്സിനൊരു സംതൃപ്തിയാണ്. ഞാനിന്ന് കുറേ കഴിച്ചിട്ടുണ്ട്, അപ്പം ഞാൻ വണ്ണം വയ്ക്കും, അങ്ങനെ തോന്നിക്കും. ഇപ്പോൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ മതി എന്ന് തോന്നിയാൽ അവിടെ നിർത്തും. ഒരു ഗ്ലാസ് വെള്ളം കൂടിയും കുടിച്ചാൽ ഓക്കെ, പിന്നെ കഴിക്കണം തോന്നില്ല. അപ്പം അങ്ങനെ ഭക്ഷണത്തിൻ്റെ അളവ് ഞാൻ കുറച്ച് കൊണ്ടുവന്നതാണ്. കുറേശ്ശെ ആയിട്ട് കഴിക്കണതിൻ്റെ അളവ് കുറച്ച് കൊണ്ടുവന്നു. അപ്പം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ കുറേ കഴിക്കണം എന്ന് വിചാരിച്ചാലും നടക്കില്ല. എനിക്ക് ഞാൻ കഴിക്കാറില്ല. അത്ര കഴിക്കുമ്പോൾ എൻ്റെ വയറ് നിറഞ്ഞു, പിന്നെ എനിക്ക് കഴിക്കാൻ പറ്റില്ല, എനിക്ക് വീർപ്പുമുട്ടും ബുദ്ധിമുട്ടുകൾ തോന്നും. അപ്പം അങ്ങനെ ഞാൻ കുറച്ച് അത് നമുക്ക് ഒറ്റയടിക്ക് നമ്മൾ കഴിക്കണതിൻ്റെ പകുതിയൊന്നും ആക്കരുത്. കഴിക്കണേന്ന് ഒരു ലേശം കുറേശ്ശെ ഇട്ട് നമ്മൾ തന്നെ അറിയാത്ത പോലെ അങ്ങനെ അളവ് കുറച്ച് കൊണ്ടുവരണം. നമുക്ക് ഒരു പ്രായമാവും തോറും കൊണ്ടുവന്നില്ലെങ്കിൽ പിന്നെ ഈ അസുഖങ്ങൾ വരും. എന്തിനാ ഈ അസുഖം വന്ന് മരുന്ന് കഴിച്ച്? എനിക്ക് അമ്മയ്ക്കും അച്ഛനും പ്രഷർ, ഷുഗർ, കൊളസ്ട്രോൾ ഉണ്ട്, എൻ്റെ അമ്മയ്ക്കും അച്ഛനും. അത് ആരെങ്കിലും പേടിയാണ്. ഇത് വന്നിട്ട് പിന്നെ ഇതിൻ്റെ ബുദ്ധിമുട്ടുകൾ അനുഭവിക്കണ്ടല്ലോ എന്ന് വിചാരിച്ചിട്ടെ, അതുകൊണ്ടാണ് കേട്ടാ. അടുത്തത് അർജുൻ വി കെ. നമസ്കാരം അജു ഏട്ടാ, സരിതേച്ചി, ജഗ്ഗു. സൺറോക്ക് വെൽനസ് ക്ലിനിക്കിനെ കുറിച്ച് അറിയാൻ കഴിഞ്ഞതിൽ ഒരുപാട് സന്തോഷം. കൂടാതെ ഡയറ്റീഷ്യൻ വിനിത ചേച്ചി ഹെൽത്തി ഡയറ്റ് പ്ലാൻ തിരഞ്ഞെടുക്കുന്ന രീതിയെക്കുറിച്ച് വിശദമായി പറഞ്ഞതിൽ പ്രത്യേകം നന്ദി. എല്ലാവർക്കും വളരെയധികം ഉപകാരപ്രദമായ വീഡിയോ. ഹാവ് എ വെരി ജോയ്ഫുൾ ആൻഡ് ബ്യൂട്ടിഫുൾ ഡേ. സന്തോഷം. അടുത്തത് ബിന്ദു ധനജൻ. കണ്ടതെല്ലാം വലിച്ചുവാരി നിന്ന് യാതൊരു എക്സസൈസും ഇല്ലാതെ ജീവിക്കുന്ന ഇന്നത്തെ തലമുറയ്ക്ക് ആവശ്യമായ അറിവ് നൽകുന്ന ഉപകാരപ്രദമായ വീഡിയോ. അച്ഛൻ്റെ വിയോഗത്തിൽ നിന്ന് പാഠം ഉൾക്കൊണ്ട് ഇങ്ങനെ ഒരു ക്ലിനിക്ക് നടത്താൻ തയ്യാറായ വിനീതയ്ക്ക് ബിഗ് സല്യൂട്ട്. വെയിറ്റ് കുറയ്ക്കാൻ ഭക്ഷണം കഴിക്കാതെ ഇരുന്ന് ശരീരം നശിപ്പിക്കുന്നവർക്ക് തീർച്ചയായും ഈ വീഡിയോ ഷെയർ ചെയ്തിരിക്കും. അടുത്തത് ശിവദാസ് അമ്പലപ്പറ്റ. ഇന്നത്തെ എപ്പിസോഡ് വളരെ ഉപകാരപ്രദമായ ഒരു എപ്പിസോഡ് തന്നെയാണ്. പലരും ജീവിതശൈലി രോഗങ്ങൾ കൊണ്ട് ബുദ്ധിമുട്ടുകയാണ്. നാട് മൊത്തം ജങ്ക് ഫുഡ് കൊണ്ട് നടക്കാൻ പറ്റാത്ത അവസ്ഥയാണ്. മനുഷ്യൻ വെറൈറ്റി ഫുഡ് തേടി അലയുകയാണ്. പിന്നെ ഫുഡ് വ്ളോഗർമാരെ കൊണ്ട് ഒരു രക്ഷയില്ല. അവർ കാശും ഭക്ഷണവും കിട്ടുകയല്ലേ. ഏതായാലും ഇന്നത്തെ എപ്പിസോഡ് വളരെ ഉപകാരപ്രദം തന്നെ. അടുത്ത് തലേബ് റോയ് പ്രണത. സരിതയുടെ ഡയറ്റ് പറയാൻ സരിത എന്നാ മിസ് യൂണിവേഴ്സ് ആണോ? അല്ല പിന്നെ, അങ്ങനെയോട് ചോദിക്കി. കുറെ പേരായി ചോദിക്കണം സരിതയുടെ ഡയറ്റ് പറയാനായിട്ട്. മിനി തോമസ്. ഇറ്റ്സ് ഓക്കെ ടു സ്കിപ്പ് എ മീൽ.
അതായത് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് എന്ന് പറയും. ഞാൻ ചെയ്യണതില്ലേ രാത്രി ഭക്ഷണം കഴിക്കാണ്ടിരിക്കണേ. ഇഫ് യു ഡോണ്ട് ഹാവ് എനി മെഡിക്കൽ ഇഷ്യൂസ് ആക്ച്വലി ഇറ്റ്സ് ഗുഡ് ഫോർ യു. നല്ലതാണെന്ന് ആളുകൾ പറയുന്നത് പട്ടിണി കിടക്കുകയാണെന്ന്. അതല്ല, അറിവുള്ളവർ പറഞ്ഞു തരും എന്താണ് ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ. പക്ഷെ ഞാനത് കരുതിക്കൂട്ടി ചെയ്യണതല്ല. എനിക്ക് ഭക്ഷണം കഴിക്കാൻ തോന്നില്ല, അപ്പം ഞാൻ കഴിക്കില്ല. നമുക്കിപ്പോൾ ഒരു നേരം കഴിക്കാൻ തോന്നിയില്ലേ, നമ്മൾ കഴിക്കരുത്. അല്ലെങ്കിൽ അയ്യോ കഴിക്കാണ്ടിരുന്ന ഇങ്ങനെയാ, പണ്ടൊക്കെ അങ്ങനെ വിചാരിക്കും, അയ്യോ കഴിക്കാണ്ടിരുന്ന. അമ്മാമ്മ പറയും പണ്ടേ, അത്താഴം ഒക്കെ രാത്രി ചിലപ്പോൾ നമ്മൾ കഴിക്കാണ്ടൊക്കെ ഇരിക്കില്ലേ, ചിലപ്പോൾ വൈകുന്നേരം ആയിരിക്കും എന്തെങ്കിലും അന്നത്തെ ദിവസം കുറുമ്പ് കാണിച്ചതിന് അച്ഛൻ പണി കഴിഞ്ഞ് വരുമ്പോൾ അമ്മ പറഞ്ഞു കൊടുത്തിട്ട് അടിയിട്ടിട്ട് ഇരിക്കുന്നുണ്ടാവും. അപ്പോൾ നമ്മളെ ഭക്ഷണത്തിനോടാണല്ലോ ആ ദേഷ്യം കാണിക്കുക. അപ്പം എനിക്ക് വേണ്ട പറഞ്ഞിട്ടിരിക്കുന്നു, കഴിക്കണം എന്നല്ല ആഗ്രഹം ഉണ്ടാവും. അപ്പം അമ്മാമ്മ വന്നിട്ട് പറയും, അത്താഴം കഴിച്ചില്ലെങ്കിൽ ഒരു പ്രാവിൻ്റെ തൂക്കത്തിന് ഇറച്ചി ശരീരത്തിൽ നിന്ന് പോവും, ദേഹത്തുനിന്ന് പോവട്ടാ, കഴിക്കാണ്ടിരിക്കോ അങ്ങനെ പറയും. അപ്പോൾ അങ്ങനെ കഴിപ്പിക്കാൻ നോക്കും. പക്ഷെ അത്യാവശ്യം നല്ല ചീത്തയും അടിയും കിട്ടിയിട്ടുണ്ടെങ്കിൽ അതൊന്നും ശ്രദ്ധിക്കില്ല, കഴിക്കാണ്ടിരിക്കും. അടുത്തത് രാധാമണി. അജു സരിത, ഇന്നത്തെ എപ്പിസോഡ് വളരെ ഉപകാരപ്രദമായതാണ്. കാരണം എല്ലാവർക്കും എല്ലാം അറിയണമെന്നില്ല. കുറേ കാര്യങ്ങൾ മനസ്സിലായി. സരിത ഭക്ഷണം വല്ലാതെ കുറച്ചാൽ ക്ഷീണം പിടിച്ച് ഭംഗി കുറയും. ഇപ്പോൾ സുന്ദരിക്കുട്ടിയല്ലേ, എൻ്റെ മോള് ഡോക്ടറാണ്, അവൾ എന്നോട് എല്ലാം പറയും ഡയറ്റിനെ പറ്റി. പക്ഷെ ഞാൻ അതൊന്നും ചെയ്യില്ല. എനിക്ക് വേറെ ആരെങ്കിലും പറയുമ്പോഴാണ് അത് ചെയ്യുന്നത്. നമ്മുടെ മക്കൾ ആരായാലും നമുക്ക് വിലയില്ലല്ലോ. അതാ മുറ്റത്തെ മുല്ലയ്ക്ക് മണമില്ല എന്ന് പറയണ പോലെ അല്ലേ. പക്ഷെ മക്കൾ പറയുമ്പോഴല്ലേ നമ്മൾ കൂടുതൽ കേൾക്കണ്ടേ. അവര് കറക്റ്റ് ആയിട്ടുള്ള കാര്യമല്ലേ പറഞ്ഞു തരുന്നത്, നമ്മുടെ നല്ലതിന് വേണ്ടിയിട്ട് പറഞ്ഞു തരുന്നതല്ലേ. അടുത്തത് നിവിയ ശരത്ത്. സരിതേച്ചി അങ്ങനെ വലിച്ചുവാരി ഫുഡ് കഴിക്കാത്ത ആളാണ് എന്ന് തോന്നുന്നു. ചേച്ചി പറഞ്ഞ സത്യമാണ്. ചോറ് പിന്നെ വറവ് സാധനങ്ങളൊക്കെ കഴിക്കുന്നത് നിർത്തിയാൽ തടി കുറയും. അടുത്ത് പ്രിൻസി കുര്യൻ. സരിത നൈറ്റ് ഫുഡ് കഴിക്കാത്തത് കൊണ്ട് ഒരു ദോഷവും ഇല്ല. ഇന്റർമിറ്റന്റ് ഫാസ്റ്റിംഗ് എന്ന് കേട്ടിട്ടില്ലേ? ഇറ്റ്സ് വെരി ഗുഡ് ഫോർ ഹെൽത്ത്. വേറെ അസുഖം ഒന്നും ഇല്ല എങ്കിൽ വി ക്യാൻ ഡു ഫാസ്റ്റിംഗ് ബിക്കോസ് ബോഡി റിപ്പയർ ടേക്സ് പ്ലേസ് ഇൻ നൈറ്റ്. സോ മെനി ബെനിഫിറ്റ്സ് ലൈക്ക് മെറ്റാബോളിസം ഇംപ്രൂവിങ്, ഹോർമോണൽ ഇംബാലൻസ്, സെൽ റിപ്പയർ, ഇങ്ങനെ ഒത്തിരി ഗുണങ്ങളുണ്ട് ഈ രാത്രി ഭക്ഷണം ഒഴിവാക്കുമ്പോൾ. കണ്ട. അടുത്ത് ബെന്നി വിൻസെന്റ്. സരിത രേണുസുതിയാകാൻ ശ്രമിച്ചതാണോ? വല്ലാതെ മെലിഞ്ഞുണങ്ങിപ്പോയി. ഈ ഒരു വീഡിയോ കണ്ടപ്പോഴാണ്, ഇതിന്റെ തലേദിവസം വരയ്ക്കുള്ള വീഡിയോ കണ്ടിട്ട് ആർക്കും ഒന്നും തോന്നിയിട്ടില്ല. ഞാൻ കഴിഞ്ഞ കൊല്ലം ഒരു വീഡിയോ ഇട്ടിട്ടുണ്ട്, ഈ കൊല്ലം ഇടണമെങ്കിൽ ആളുകൾ പറയണതിൽ ഒരു രസമുണ്ട് ഇത് കേൾക്കാനായിട്ട്. അടുത്തത് ശാന്തി വിജയൻ. ആജൂസ് വേൾഡിന് നമസ്കാരം. മധുരക്കിഴങ്ങ് കാര്യമായി കിട്ടാത്തതിൽ വിഷമിക്കണ്ട കേട്ടോ, നമുക്ക് ഇനിയും ചെയ്യാം. അങ്ങനെ തോൽക്കാൻ പറ്റുമോ? പൂർവാധികം വാശിയോടെ വീണ്ടും ചെയ്യുക. കിഴങ്ങ് വർഗ്ഗങ്ങൾ നടുമ്പോൾ മണ്ണിളക്കം ഉള്ളതായിരിക്കണം. മാവിന്റെ ചവറ് പുളി ഉണ്ടാക്കും, അത്ര നല്ലതല്ല. ആദ്യത്തെ കമ്പോസ്റ്റ് കുഴിയിലെ കമ്പോസ്റ്റും കൂടെ ചേർത്ത് മണ്ണിളക്കി മധുരക്കിഴങ്ങ് നട്ടു നോക്കൂ. അജു ചകിരിച്ചോറ് ചേർത്തും മണ്ണിളക്കം ഉള്ളതാക്കാം. അങ്ങനെ ചേർത്ത് ഗ്രോ ബാഗിൽ നട്ടു നോക്കൂ. ഏത് വളമായാലും മിതമായിട്ട് 2-3 ഘട്ടമായി ചേർക്കണം. ഇനി ഉത്സവത്തിന് പോകുമ്പോൾ സരിത അജുവിന് ചെണ്ടയും കിലുക്കവും പീപ്പിയും പമ്പരും ഒക്കെ വാങ്ങിക്കൊടുത്തോളൂ. പാവം കുഞ്ഞ് മറ്റു സാധനം കറക്കി നിന്നില്ലേ, വാങ്ങിച്ചു കൊടുക്കാട്ടാ. അജുവിനോട് ഒരു റിക്വസ്റ്റ്. സരിതയുടെ വാക്കുകൾ കുറേയൊക്കെ അനുസരിക്കുക, അംഗീകരിക്കുക. കണ്ടമാനം വളം ഇടരുതെന്ന് സരിത എപ്പോഴും പറയുന്നതല്ലേ, കേട്ടല്ലോ ശാന്തി ചേച്ചി. അടുത്തത് ഷാ ആൻ. പീച്ചിങ്ങ മൂത്തത് ഉണക്കിയാൽ പൊളിച്ചെടുത്ത് ബാത്ത് സ്ക്രബ്ബർ, ബോഡി സ്ക്രബ്ബർ ആയിട്ട് യൂസ് ചെയ്യാം. ചൈനക്കാർ അത് മെഷീനിൽ പ്രസ് ചെയ്ത് മുറിച്ച് എക്സ്പോർട്ട് ചെയ്യുന്നു. നാച്ചുറൽ സാധനമല്ലേ, ഗുഡ് ഫോർ ബോഡി ആൻഡ് ഹെൽത്ത് ദാൻ പ്ലാസ്റ്റിക്. നമ്മുടെ അവിടെ മറ്റേ പീച്ചിങ്, പണ്ടത്തെ പീച്ചിങ് അത് കൂട്ടാൻ വെക്കില്ല. പക്ഷെ അത് ചകിരിയായിട്ട് പണ്ട് കാലത്ത് ഞങ്ങളൊക്കെ ചെറുപ്പത്തിൽ ഉപയോഗിച്ചിരുന്നത് പീച്ചിങ് ആയിരുന്നു. ചകിരിക്ക് ഇത് ഈ വീഡിയോയില് പീച്ചിങ്ങിനെ കുറിച്ച് പറയണ്ട. അതാണല്ലേ, ഞാൻ വിചാരിച്ചത് എന്താണോ ഈ കമന്റ്, ഞാൻ ഇല്ലാത്തപ്പോഴാവും പറഞ്ഞല്ലേ. ഇനി സുമം. അജുവേട്ടൻ ഇന്ന് ഫുൾ പവറിലാണല്ലോ. ഇൻട്രോ സൂപ്പർ. അനിലും ചേട്ടനെയും ചെറിയേട്ടനെയും ഒക്കെ കാണുമ്പോൾ സന്തോഷമാണ്. അടുത്ത് രഞ്ജിനി ദേവി. ഇന്നത്തെ വീഡിയോ തുടക്കം തന്നെ സൂപ്പർ. അജു ചേട്ടൻ്റെ ഓട്ടം വീഡിയോ കാണുമ്പോൾ തന്നെ വല്ലാത്തൊരു ഫീൽ, ഒന്നും പറയാനില്ല, സൂപ്പർ. അജു ചേട്ടാ, സരിത, ജഗ്ഗു, നിങ്ങളോട് ഇഷ്ടം കൂടി വരുന്നു. അടുത്തത് ഗീതമ്മ സുഭാഷ്. മധുരക്കിഴങ്ങ് പറിക്കുമ്പോൾ കിട്ടിയില്ലെങ്കിൽ അത് കണ്ടുകൊണ്ടിരിക്കുന്ന എനിക്കും ഭയങ്കര മനപ്രയാസം ഒന്നും വേണ്ട കേട്ടാ. അടുത്തത് കടവത്ത് പ്രേംനാഥ്. യു ആർ പുട്ടിങ് എ ലോട്ട് ഓഫ് എഫേർട്സ് ടു കൾട്ടിവേറ്റ് വെജിറ്റബിൾസ് ബട്ട് ദ റിസൾട്ട് ഈസ് വെരി ബാഡ്. അത് ഈ ജൈവ കൃഷി ചെയ്യുമ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടാവുന്നേ. ജൈവ കൃഷി ചെയ്യുമ്പോൾ നമ്മൾ വിചാരിച്ച പോലെ ഒന്നും കിട്ടില്ല. ആ സമയം അതിൽ ഇത്തിരി ഇംഗ്ലീഷ് വളം ഒന്ന് വെതറി ചെറുതായിട്ട് ഇട്ടുകൊടുത്തേക്ക്
കട്ട കുത്തിണ്ടാവും സാധനം, ആ ഇഷ്ടം പോലെ ഉണ്ടാവും. അതിന് ആവശ്യമില്ല നമുക്ക്. ഇവിടെ പച്ചക്കറി കൃഷി കിട്ടിയത് മതി എന്ന് വെച്ച് ചെയ്യണ ചേട്ടനും ചെറിയേട്ടനും മാത്രമേ ഉള്ളൂ അല്ലേ, ഇംഗ്ലീഷ് വളം ചേർക്കാത്തത്. അല്ലൻ ചേട്ടനൊക്കെ തിരിച്ചിടും. അതായത് അല്ലൻ ചേട്ടനൊക്കെ നല്ല നമ്മുടെ കാണുമ്പോൾ തന്നെ വ്യത്യാസം അറിയാം ചെടികളുടെ ഒരു ശക്തി. ഇപ്പോൾ കയ്പക്കായൊക്കെ വളരുമ്പോൾ നമ്മുടെ ഒരു ലൈറ്റ് പച്ചയായിരിക്കും, ചെറിയ അല്ലൻ ചേട്ടൻ്റെ കാണുമ്പോൾ കടും പച്ച. അതിൻ്റെ ഒരു ആ വളർച്ചയ്ക്ക് തന്നെ ഒരു ഭയങ്കര വ്യത്യാസമാണ്, ചെടികളുടെ കരുത്ത് ഭയങ്കര കൂടുതൽ. നമുക്ക് ഇത് മതി, കിട്ടണത് മതില്ലോ എന്നുള്ളൊരു ഇതാണ്. അടുത്തത് ബിന്ദു അജി, ഇൻട്രോ കണ്ടപ്പോൾ ഇതാരാ, കേരളത്തിലെ ഉസൈൻ ബോൾട്ടോ, കലക്കിയിട്ടാ. അടുത്തത് രാജൻ കുട്ടപ്പൻ. ഈ ചേട്ടൻ എല്ലാത്തിലും നമസ്കാരം ഇടാറുള്ളോട്ടെ. പക്ഷെ ഇതില് ആള് പറഞ്ഞു, എന്റെ പൊന്നു അജു, കൊടുങ്കാറ്റും തീയുമ്പോഴൊന്നും വരില്ല, പതുക്കെ തിന്നാ മതി. കുക്കുമ്പർ തിന്നതാ. ആ ഒരു കഷ്ണം അങ്ങനെ ഒട്ടിപ്പിടിച്ചിരുന്നില്ലേ, വണ്ടൻ കഷ്ണം. അടുത്തത് ഗീതാസ്, ഞാൻ വന്നിട്ടുള്ളൂ, അപ്പൊ തന്നെ അജുവേട്ടന്റെ ഓട്ടം കണ്ടിട്ട് പേടിച്ചു പോയി, ഇനി വീഡിയോ ഫുള്ള് കാണട്ടെ എന്ന്. എവിടേക്ക് ഓടി വരണ വിചാരിക്കില്ലേ, വന്നിട്ട് പിന്നെ ചറപ്പറാന്നെ കൊത്ത്. മറന്നു പോയത് അല്ലെങ്കിൽ എന്തെങ്കിലും അത്യാഹിതം സംഭവിച്ചിട്ട് ഞാൻ കണ്ട് മഴ തോണ്ട് വേഗമാക്കി അല്ലാന്ന് നോക്കുന്ന കുരിശ് നിറച്ച് പ്ലസ്സുകള് കണ്ടാ, തുള്ളി തുള്ളി. സുരേഷ് ടി കെ, ഇന്നത്തെ വീഡിയോയുടെ തുടക്കം സൂപ്പർ ഹീറോ പറന്നു വരുന്ന പോലെ അജുവേട്ടൻ വന്ന് കലക്കി, അല്ലേട്ടനെയും കാണാൻ പറ്റി. കുക്കുംബർ പറിക്കണില്ല എന്ന് പറഞ്ഞെങ്കിലും ചേട്ടൻ അറിയാതെ തന്നെ കൈ അത് പറിച്ചെടുത്തു. ചേട്ടന്റെ കുഴപ്പമില്ല കേട്ടോ. ഞാൻ ഒത്തിരി ചിരിച്ചു ചേട്ടന്റെ മറുപടി കേട്ടിട്ട്. എന്ത് സാധനം ചേട്ടൻ വേണമെന്ന് ചോദിച്ചാൽ വേണ്ടെന്ന് പറയുള്ളൂ, എന്നിട്ട് അത് എടുക്കാൻ വരും ചെയ്യും. അടുത്ത് അയാൻ ലഫി, നോവലിനും നാടകത്തിനും ഒക്കെ ഇടാൻ പറ്റിയ പേര്, മധുരക്കിഴങ്ങിന്റെ മനഃശാസ്ത്രം. ആഹാ, എന്ത് മനോഹരമായ പേര്. കുഞ്ഞാറ്റക്കിളികളെ കഥ എഴുതാറിയിച്ചിട്ടുണ്ടെങ്കിൽ പേര് പറയാൻ എനിക്കറിയാം. കുഞ്ഞാറ്റക്കിളികളെ കൂടെ ഇവിടെ. ഇത് നോക്ക്, ചേട്ടൻ ഇട്ട് തന്നെയല്ലേ മധുരക്കിഴങ്ങിന്റെ മനഃശാസ്ത്രം. അടുത്തത് മിനി സോമൻ, പേളിയുടെ സ്നേഹം കണ്ടോ, ഇതാണ് പറയുന്നത്, നായ്ക്ക് ഒരു ദിവസം ചോറ് കൊടുത്താൽ മതിയെന്ന്. സരിതയോട് അത് എന്തൊക്കെയോ പറഞ്ഞു. അതങ്ങനെ ഇനി എല്ലാവരുടെ അടുത്തും നമ്മളുടെ വീട്ടിലേക്ക് എന്നും വരും. എന്നും വന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അത് ഇതുപോലെ ഇങ്ങനെ വാലാട്ടി എന്തൊക്കെയോ നമ്മുടെ അടുത്ത് പറയണ പോലെ എന്തൊക്കെയോ അവളിങ്ങനെ ശബ്ദം ഉണ്ടാക്കും. അത്രേ ഉള്ളൂ. അടുത്തത് ബിന്ദു എം കെ, ഇങ്ങനെയുള്ള തമാശ കാണിക്കാൻ അജുവേട്ടന് മാത്രമേ കഴിയൂ, മധുരക്കിഴങ്ങ് പിടിച്ച് തിരിച്ചു കളിക്കുമ്പോൾ പറഞ്ഞത്. അടുത്തത് സുഹ്റ സൽമാൻ, ഗുഡ് മോർണിംഗ്, ഇന്ന് ഞങ്ങളുടെ 9th വെഡിങ് ആനിവേഴ്സറി ആണ്, ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ. അപ്പൊ ഇന്ന് എന്ന് പറയുമ്പോ എന്നാന്നറിയോ, ഡിസംബർ 3-ാം തീയതിയാണ്. ഈ വീഡിയോ വരുന്നത് 3-4 ദിവസം കഴിഞ്ഞിട്ടായിരിക്കും. അപ്പൊ ഞങ്ങളുടെ എന്താ പറയാ, ഹൃദയം നിറഞ്ഞ വെഡിങ് ആനിവേഴ്സറി ഹൃദയം നിറഞ്ഞ വിവാഹ വാർഷിക ആശംസകൾ. ഒരു 100 വർഷം ഇങ്ങനെ സന്തോഷത്തോടെ ജീവിച്ചിരിക്കട്ടെ. മഴ തുള്ളിടങ്ങി. വിനോദിനി കെ പി, മധുരക്കിഴങ്ങ് വള്ളി പറിച്ചിടുമ്പോൾ കിഴങ്ങ് കണ്ടാൽ അപ്പൊ തന്നെ പറയണ്ടേ നിതിനെ, ഇത് വെറുതെ മുതലാളിയെ കൊണ്ട് പണിയെടുപ്പിക്കാൻ. അടുത്തത് അത് ഞങ്ങളും ചോദിച്ചു, അപ്പൊ നീ കണ്ടപ്പന്നെ പറയണ്ടേന്ന്. അപ്പൊ ആ ഒരു ഫ്ലോയിൽ അങ്ങനെ പോയി എന്ന് പറഞ്ഞു. അടുത്തത് അയനം ക്രിയേഷൻസ്, അണ്ണനെ പറ്റി ഇപ്പോഴും ഇങ്ങനെ പറയല്ലേ, അണ്ണൻ ഇനിയും പണിയെടുത്ത് ജീവിക്കണ്ടേ. ചേട്ടനൊന്നും മനസ്സിൽ വെച്ചിട്ട് പറയുന്നതല്ല, പക്ഷെ മറ്റുള്ളവർക്ക് എന്ത് തോന്നും, ചേട്ടന്റെ വീഡിയോ കാണുന്നവർ പിന്നെ അദ്ദേഹത്തെ പണിക്ക് വിളിക്കാതെയാവും. അത് വീഡിയോ കാണുന്നവരല്ല, അല്ലാണ്ട് ആളെ ഒരു വട്ടം വിളിച്ചവര് പിന്നെ വിളിക്കുന്നുള്ളേ. നമ്മള് പറഞ്ഞ അണ്ണന്റെ പണി കാണിച്ചിട്ട് നമ്മൾ വേറെ ആരെങ്കിലും റെക്കമെൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ അവര് എന്നെ ചീത്ത പറയും, ആള് പണിയെടുക്കണില്ല എന്ന് പറഞ്ഞിട്ട്. അപ്പൊ ആ ചീത്ത കേൾക്കണ്ടല്ലോ. നമ്മള് റെക്കമെൻഡ് ചെയ്യുമ്പോ നല്ല ആളുകൾ തന്നെ ഇത് ചെയ്യും. ആള് പണി വൃത്തിയായിട്ട് ചെയ്യും, പക്ഷെ ചെയ്യണത് വൃത്തി ചോറിട്ടുണ്ണാം അത്രയ്ക്കും കുറവ് ചെയ്യല്ലോ, ഒരു തിരി ഏരിയ ചെയ്യുള്ളേ വൈകുന്നേരം വരെ നിന്നിട്ട്. അപ്പൊ നമ്മളിങ്ങനെ നോക്കുമ്പോ കാണാം കുറെ സമയം അവിടെ ഇരിക്കണ്ടാവും. ഒരു 100 വട്ടം ഫോൺ വരും. അപ്പൊ ഫോണ് അല്ലെങ്കിൽ ഇങ്ങോട്ട് ഫോൺ വന്നില്ലെങ്കിൽ ആള് ഭാര്യേനെ അങ്ങോട്ട് വിളിക്കും, ഭാര്യേന്റെ അടുത്താണ് ഈ വർത്താനം പറയണേ. എന്നിട്ട് ഭാര്യയോട് ഇങ്ങനത്തെ ഫോണാവാഞ്ഞത് ഭാഗ്യം, മറ്റേ ഞെക്കണ ഫോണാ, അല്ലെങ്കിൽ ഇത് നോക്കിയിരുന്നേ. ഇതിലും ഇങ്ങനെ ഫോൺ വിളിച്ച് വർത്താനം പറഞ്ഞു ഇങ്ങനെ ഒരുത്തിരിക്കുണ്ടാവും, എത്ര സമയം വേണമെങ്കിൽ ഇരിക്കും. നമ്മളെ കണ്ടു കഴിഞ്ഞാൽ വേഗം എണീറ്റ് പണിയെടുക്കും, നമ്മൾ പോയിന്ന് കണ്ട അവിടെ ഇരിക്കും. അങ്ങനെ ചെയ്യാ. ആള് പണ്ട് അങ്ങനെ ആയിരുന്നില്ല കേട്ടാ, ഇപ്പോഴാണ് അങ്ങനെ. ചിലപ്പോ വയ്യാണ്ടായിരിക്കും ചിലപ്പോ. അടുത്തത് അജിത കെ ജി, മധുരക്കിഴങ്ങിനെ ബൾബിനോട് ഉപമിച്ച കാവ്യഭാവനേ അഭിനന്ദനം, നിനക്ക് അഭിനന്ദനം എന്ന് എഴുതിയേക്കണേ.
അടുത്തത് എൻ്റെ അടുക്കള. തറഞ്ഞു കിടക്കുന്ന മണ്ണിൽ മധുരക്കിഴങ്ങ് ഉണ്ടാവില്ല ചേട്ടാ. ഇളക്കമുള്ള മണ്ണിലാണ് നല്ല പോലെ ഉണ്ടാകുന്നത്. അതുപോലെ പറിച്ചെടുക്കാൻ എളുപ്പം. മണ്ണൊരു കൂന പോലെ ഉണ്ടാക്കിയിട്ടോ അല്ലെങ്കിൽ മുളകൊക്കെ നടാൻ വാരെടുക്കില്ലേ? അവിടെ വാരെന്നാണോ പറയാന്നറിയില്ല. അങ്ങനെ ചെയ്യാൻ അപ്പൊ നല്ല പോലെ ഉണ്ടാവും. അടുത്തത് അബ്ദുൾ അലി, നമ്മുടെ അലീക്ക. അജു, അനിലേട്ടൻ ട്രൗസർ ഇട്ട് വീഡിയോ കാണിക്കരുത്, ബോറാണ്. മുണ്ട് ഉടുക്കട്ടെ അനിലേട്ടാ. അലിക്കയുടെ റിക്വസ്റ്റ് ആണ്. അലിക്ക ഇവിടെ മലപ്പുറം കൃഷി ചെയ്യുന്നു. ഹായ് ശരിത തമാശക്കാരിയാണ് അലീക്ക മലപ്പുറം. ആള് ബാക്കിയൊക്കെ മര്യാദക്ക് ഇത്. എന്റെ പേര് മാത്രം ശരിതാണ് ഇതുള്ളത്. ഇതാണ് എനിക്ക് മനസ്സിലാവാത്തത്. അലീഖനാണ് മലപ്പുറത്ത് അത് മലപ്പുറം പോയിട്ട് ആള് വന്നിട്ടുണ്ട്, സൗദിന്ന് വന്നിട്ടുണ്ട്. അപ്പൊ ആളെ വരാൻ പറഞ്ഞിട്ടുണ്ട്. അവിടെ വന്ന് ഞാൻ 5-6 വീഡിയോ എടുക്കാം എന്നൊക്കെ പറഞ്ഞിട്ടിരിക്കുന്നു. ശരിത പറഞ്ഞിട്ടുണ്ട്. അടുത്തത് സ്മരാമി ശങ്കർ. മധുരക്കിഴങ്ങിന് പ്രത്യേക വളങ്ങളൊന്നുമില്ലാതെ തന്നെ നന്നായി ഉണ്ടാകും. നല്ല ഇളക്കമുള്ള മണ്ണ് വേണമെന്ന് മാത്രം. ഇപ്പൊ ആ കമ്പോസ്റ്റ് ഇട്ട കുഴിയുടെ മുകളിൽ ആ മണ്ണിട്ട് മൂടിയിട്ട് അതിൽ നട്ടു നോക്ക്, ഒരുപാടുണ്ടാവും. അയ്യോ അവിടെ വളം ഭയങ്കര കൂടുതലാ. സരിതേ, മാവിന്റെ എല്ലാം നല്ല ഒന്നാന്തരം വളമാണ്. കഴിഞ്ഞു. മഴ കൂടി തുടങ്ങി, നിർമ്മയത്തൊക്കെ നനഞ്ഞു തുടങ്ങി. അപ്പൊ ഞങ്ങള് ഒരു യാത്ര പോവാണ് നാളെ രാവിലെ ഡിസംബർ 4-ാം തീയതി പോയിട്ട്. ഇപ്പൊ ഈ കമന്റ് വീഡിയോ ഒക്കെ ഇടുന്ന സമയത്തേക്ക് ഞങ്ങൾ ചിലപ്പോൾ വന്നിട്ടുണ്ടാവായിരിക്കും. പക്ഷെ എന്നാലും ഞങ്ങൾ അന്നേക്കുള്ള വീഡിയോ ഒക്കെ എടുത്തു വെക്കുകയാണ്. അപ്പൊ അതുകൊണ്ട് ഈ ബുധനാഴ്ച വരയ്ക്കുള്ള വീഡിയോകളുടെ കമന്റ് ആണ് എടുത്ത് വായിച്ചത്. തന്നെ 1 മണിക്കൂർ കഴിഞ്ഞിട്ടുണ്ടാവും ഇപ്പൊ. അപ്പൊ നിർത്താം. അപ്പൊ അടുത്ത വീഡിയോ ആയിട്ട് വരെ. നന്ദി, നമസ്കാരം.